നമസ്കാരം. പയൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. രാഷ്ട്രീയത്തിൽ നിലപാടുകൾ മാറാം, പക്ഷേ അതേ നിലപാട് മാറ്റത്തെ ഒരിക്കൽ വിമർശിച്ചവർ ഇപ്പോൾ അതേ വഴിയിലൂടെ നടക്കുന്നത് കേരളത്തിന്റെ പുതിയ രാഷ്ട്രീയം കാണുകയാണ്. LDF സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചപ്പോൾ കാവ്യവൽക്കരണത്തിന് കീഴടങ്ങൽ എന്ന് വിമർശിച്ചവർ ഇന്ന് അധികാരത്തിലെത്തിയപ്പോൾ കേന്ദ്ര ഫണ്ടില്ലാതെ പൊതുവിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇന്നലെ വരെ എതിർത്ത പദ്ധതി ഇന്ന് അനുകൂലിക്കുന്നത് എന്തുകൊണ്ട്? പദ്ധതി മാറിയില്ല, മാറിയത് എതിർപ്പാണ്. രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ വികസനം തടയാനാകില്ലെന്ന് ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു. പ്രതിപക്ഷത്തിരുന്നപ്പോൾ PM ശ്രീ പദ്ധതി കേരളത്തിന്റെ വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുമെന്നായിരുന്നു വാദം. അധികാരത്തിലെത്തിയപ്പോൾ അതേ നേതാക്കൾക്ക് മനസ്സിലായി മുദ്രാവാക്യങ്ങൾ കൊണ്ട് സ്കൂളുകൾ നവീകരിക്കാനാവില്ല, കേന്ദ്ര ഫണ്ടില്ലാതെ പൊതുവിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ആവില്ല, കേന്ദ്രത്തിന് കീഴടങ്ങി ഒപ്പുവെച്ചത് ഇനി തിരുത്താനാകില്ല എന്ന ന്യായം സർക്കാർ പറയുമ്പോൾ അത് എത്രമാത്രം വിശ്വസനീയമാണ്? എതിർത്ത നയങ്ങൾ അധികാരത്തിലിരുന്ന് പല സർക്കാരുകളും തിരുത്തിയ ചരിത്രം ഏറെയുണ്ട്. ശരിക്കും തിരുത്താൻ കഴിയാത്തതാണോ, അതോ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു വിശദീകരണം മാത്രമാണോ ഇത്? പയൻ ഡിബേറ്റ് ചർച്ച ചെയ്യും. കഴിഞ്ഞ സർക്കാർ കേന്ദ്രവുമായി ഒപ്പുവെച്ച PM ശ്രീ പദ്ധതി തുടരാതെ പറ്റില്ല എന്നാണ് UDF സർക്കാരിന്റെ വാദം. അങ്ങനെ ഒരു തീരുമാനം ഇന്ന് മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കുകയാണ്. അതിനാൽ PM ശ്രീ പദ്ധതിയോടുള്ള എതിർപ്പ് UDFന് മാറുന്നു എന്നതാണ് മലക്കം മറച്ചിലായി തന്നെ ഇത് വ്യാഖ്യാനിക്കേണ്ടി വരും. അധികാരത്തിലെത്തിയാൽ PM ശ്രീ പദ്ധതി അറബിക്കടലിൽ എറിയും എന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞത് കേരളം പറഞ്ഞിട്ടില്ല. അതേ ലീഗ് മന്ത്രിമാർ ഇരിക്കുന്ന മന്ത്രിസഭ തന്നെയാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതായത് PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കും. മന്ത്രിസഭാ ഉപസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ വിശദീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഒരു കത്ത് പോയിട്ടില്ല, പിന്മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കത്ത് ഉടന്ന് പോയിട്ടില്ല. ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു. അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഇതിനെ സംസ്ഥാന സർക്കാരിനെ ബാധിക്കാത്ത തരത്തിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ നമുക്കുള്ള ആ വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ, സർക്കാരിനുള്ള അവകാശങ്ങൾ ബലികഴിക്കാതെ എന്തു ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നതിന്. അതല്ലേ ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. ഇതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. അതായത് PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന്റെ താൽപര്യങ്ങൾ ബലി കഴിക്കുകയില്ല. UDF നേരത്തെ എടുത്ത നിലപാട് തന്നെയായിരിക്കും. അതായത് സംസ്ഥാനത്തെ സ്കൂളുകളിൽ പാഠ്യപദ്ധതി ഏത് രീതിയിലായിരിക്കും എന്ന കാര്യം സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സ്കൂളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ PM ശ്രീ പദ്ധതിയിൽ ഓരോ ബ്ലോക്കിലും 2 സ്കൂളുകൾ വീതമാണ് വരിക. ഈ സ്കൂളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ അതും സംസ്ഥാന സർക്കാരിന്റെ താൽപര്യപ്രകാരമായിരിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. അതേസമയം ഒപ്പിട്ട് പോയി കഴിഞ്ഞ സർക്കാർ, അതുകൊണ്ട് ഈ സർക്കാർ നടപ്പാക്കിയേ പറ്റൂ എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇത് എത്രമാത്രം വിശ്വസനീയമാണ്? അതുമാത്രമല്ല, മുഖ്യമന്ത്രി പറഞ്ഞ ചില ന്യായീകരണങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാന സർക്കാരായിരിക്കും സ്കൂളുകൾ ഏതൊക്കെയാണ് എന്ന് തീരുമാനിക്കുന്നത് എന്നത്. അത് PM ശ്രീ പദ്ധതി കേന്ദ്രവുമായി ഒപ്പുവെച്ചപ്പോൾ ഉള്ള വ്യവസ്ഥയിലും അങ്ങനെ തന്നെയാണ്. സർക്കാരിന് തെരഞ്ഞെടുക്കാം PM ശ്രീ പദ്ധതിയിലേക്ക് ഏത് സ്കൂളുകളാണ് ഓരോ ബ്ലോക്കിലും വേണ്ടത് എന്ന്. പിന്നെ എന്ത് മാറ്റമാണ് ഇതിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമല്ല. കാരണം കഴിഞ്ഞ സർക്കാർ ഒപ്പുവെച്ച ധാരണാപത്രത്തിലെ അതേ കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, പാഠ്യപദ്ധതി അത് കേന്ദ്രത്തിന്റെ നയങ്ങൾക്ക് അനുകൂലമായി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന കാര്യമാണ്. പക്ഷേ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകളിൽ അതിൽ കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായിരിക്കും നടപ്പിലാക്കുക. അതിൽ NCERT അനുസരിച്ചുള്ള പാഠ്യപദ്ധതിയായിരിക്കും ഉണ്ടാവുക. നിലവിൽ കേരളത്തിൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും നവോദയ വിദ്യാലയങ്ങളിലുമാണ് PM ശ്രീ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. അതേ മാതൃക തന്നെ PM ശ്രീ പദ്ധതിയിൽപ്പെട്ട സ്കൂളുകൾക്കും പിന്തുടരേണ്ടി വരും. പക്ഷേ അത് സംസ്ഥാന സർക്കാർ നിശ്ചയിക്കുമെന്ന രീതിയിലുള്ള പ്രതികരണം ഇന്ന് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായിരിക്കുന്നു. പിന്നെയുള്ള ഒരു കാര്യം, കഴിഞ്ഞ സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിന് ശേഷം 99 കോടി രൂപ വാങ്ങിയിട്ടുണ്ട് എന്നതാണ്. പക്ഷേ അത് PM ശ്രീ പദ്ധതിയിലെ പണമല്ല, അത് സമഗ്ര ശിക്ഷ കേരള പദ്ധതിയിലെ പണമാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി വിശദീകരണത്തിൽ നൽകിയിട്ടില്ല. മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഇന്ന് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. SSKയുടെ ഫണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം നമുക്ക് ഉറപ്പാക്കി തരേണ്ട ഫണ്ടാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയം വച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് കാണിക്കുന്ന രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ
SSKയുടെ ഫണ്ട് നമുക്ക് നൽകുന്നില്ല. SSKയുടെ ഫണ്ട് നമുക്ക് നൽകണമെങ്കിൽ ഇപ്പോൾ കുടിശ്ശികയിൽ അവിടെ കൂട്ടിയതിന് ഏതാണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ് ഒരു 5000 കോടി രൂപയെങ്കിലും നമുക്ക് കിട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ ആ കാശ് ഈ PM ശ്രീ നടപ്പിലാക്കുന്നില്ല എന്ന ഒരു കാരണം വെച്ചുകൊണ്ട് തരുന്നില്ല. നമുക്ക് ആവശ്യം ഈ SSKയുടെ ഫണ്ടാണ് ലഭിക്കേണ്ട ആവശ്യം എന്ന് പറയുന്നത്. PM ശ്രീയുടെ പേരിൽ 1 രൂപയുടെ കാശ് പോലും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വാങ്ങിയിട്ടില്ല. മറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവന അടിസ്ഥാനരഹിതവും സത്യവുമായി യാതൊരു ബന്ധവുമുള്ളതല്ല. PM ശ്രീ പദ്ധതി തുടരും എന്നുള്ള തീരുമാനം എന്തുകൊണ്ട് മന്ത്രിസഭ ഇന്ന് എടുത്തു? അതുമാത്രമല്ല, ഒപ്പിട്ടതിനാൽ അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന ന്യായീകരണം വിശ്വസിക്കാൻ പറ്റുന്നതാണോ? നിലവിൽ PM ശ്രീ പദ്ധതി മരവിപ്പിച്ച നിലയിലാണ്. ഒരു സ്കൂളും ഇതിന്റെ പരിധിയിലേക്ക് കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ വന്നിട്ടില്ല. കേന്ദ്രീയ വിദ്യാലയങ്ങളും നേരത്തെ പറഞ്ഞ പോലെ നവോദയ വിദ്യാലയങ്ങളും മാത്രമാണ് ഉള്ളത്. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ വരുന്നു? അതായത് കേന്ദ്ര ഫണ്ട് കഴിഞ്ഞ 4 വർഷവും നഷ്ടപ്പെടുത്തിയത് LDFിൻ്റെയും UDFിൻ്റെയും സംയുക്തമായ ഒരു നിലപാട് കാരണമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ മാറ്റം വരുത്തുമ്പോൾ ഇത്രയും നാൾ ഈ ഫണ്ട് കിട്ടാതെ പോയതിൻ്റെ ഉത്തരവാദിത്തം കൂടി ഇവർ ഏറ്റെടുക്കേണ്ടി വരും. ശ്രീ റോണി കെ ബേബി MLA ചേരുന്നു. ഒപ്പം ശ്രീ ശ്രീജിത് പണിക്കർ, OK ജയകൃഷ്ണൻ, അദ്ദേഹം ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. CPI കഴിഞ്ഞ മന്ത്രിസഭയിൽ വളരെ ശക്തമായി എതിർത്ത ഒരു പദ്ധതി കൂടിയാണ് PM ശ്രീ. ശ്രീ റോണി കെ ബേബി MLA, ഇന്ന് പറഞ്ഞ ന്യായീകരണങ്ങൾ അത് അത്രമാത്രം വിശ്വസനീയമായി തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് PM ശ്രീ പദ്ധതി തുടരാം എന്നുള്ള തീരുമാനം മന്ത്രിസഭ എടുത്തത്? അത് ഈ പറഞ്ഞതുപോലെ ഒപ്പിട്ടത് കൊണ്ട് മാത്രം എന്ന ന്യായീകരണത്തിൽ നിൽക്കരുത്. PM ശ്രീ പദ്ധതി തുടരാമെന്ന് കേരള സർക്കാർ തീരുമാനിച്ചിട്ടുമില്ല. കേരള സർക്കാർ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുമില്ല. ഇന്നിറങ്ങിയ മന്ത്രിസഭാ യോഗ തീരുമാനം ഞാനത് വായിക്കാം. അതിങ്ങനെയാണ്: PM ശ്രീ പദ്ധതി പഠിക്കാൻ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചു. മന്ത്രിമാരായ N ഷംസുദ്ദീൻ, ശ്രീ റോജി M ജോൺ, ശ്രീ PC വിഷ്ണുനാഥ്, ശ്രീ M ലിജു എന്ന 4 പേരടങ്ങുന്ന ഉപസമിതി PM ശ്രീ കരിക്കുലം, സ്കൂളുകൾ എന്നിവ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം സംസ്ഥാനത്തിന് നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടും. അപ്പോൾ ഉപസമിതി കാര്യങ്ങൾ പഠിച്ച് നമ്മൾ കണ്ടീഷൻസ് വെച്ച് ആ കണ്ടീഷൻസ് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുമെങ്കിൽ, കാരണം നമുക്കറിയാം ഇപ്പോൾ ഉള്ളൊരു യാഥാർത്ഥ്യം അറിയാം. കാരണം കേരളം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന് പുറത്തല്ല, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാഗമാണ് കേരളം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒപ്പുവെച്ച കരാർ, അതിൻ്റെ അകത്തുനിന്ന് ഏകപക്ഷീയമായി പിന്മാറുവാനായിട്ട് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയില്ല. ഭരണഘടനാപരമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, ബാധ്യത CPM ഗവൺമെൻറ് അൺകണ്ടീഷണൽ ആയിട്ടായിരുന്നു ഈ കരാറിൽ ഒപ്പുവെച്ചതെങ്കിൽ, ഒളിച്ചും പാത്തും തലയിൽ മുണ്ടിട്ടായിരുന്നു ഈ കരാറിൽ ഒപ്പുവെച്ചെങ്കിൽ, ഞങ്ങൾ വളരെ സുതാര്യമായി അതിൻ്റെ അകത്ത് ഇപ്പോൾ ഉപസമിതിയെ തന്നെ വെച്ച് കാര്യങ്ങൾ പഠിച്ച് കേന്ദ്രവുമായി ചർച്ച ചെയ്ത് സംസ്ഥാന സർക്കാരിൻ്റെ കണ്ടീഷൻസ് കൂടി അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഈ പദ്ധതിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാതെ ഒളിച്ചും പാത്തും ഒന്നുമല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുമില്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ അത് വാസ്തവവിരുദ്ധമാണ്. കാര്യങ്ങൾ പഠിക്കട്ടെ. കാരണം അതാണല്ലോ ഇപ്പം കിഫ്ബി ഉൾപ്പെടെ വിവാദമായ വിഷയങ്ങളിൽ മുഴുവൻ. കാരണം നമുക്കങ്ങനെ ഒറ്റയടിക്ക് ഇതാ ഇപ്പോൾ ഈ പറയുന്ന കട്ട് ആൻഡ് ഡ്രൈ ഇതാ തീരുമാനം എടുത്തേക്കാം, ഇതിപ്പോൾ ഇവിടെ നിർത്താക്കാം, അങ്ങനെ നമുക്ക് കഴിയില്ല. പക്ഷേ ഇത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് UDFിന്റെ ഒരു നയം എന്ന് പറയുന്നത്, ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ അന്ന് നേതാക്കൾ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ് PM ശ്രീ പദ്ധതി UDF അധികാരത്തിലെത്തിയാൽ അറബിക്കടലിൽ തള്ളുമെന്ന്. പിന്നെ താങ്കൾ ഈ പറഞ്ഞ ഈ വ്യവസ്ഥകൾ ഇല്ലാതെയല്ല, ഈ വ്യവസ്ഥകളിൽ ഈ സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പൊക്കെ അതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്ന കാര്യം തന്നെയായിരുന്നു. അത് PM ശ്രീ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞ സർക്കാർ ഒപ്പുവെച്ച ധാരണാപത്രത്തിലും ഉണ്ടായിരുന്നു. ശ്രീ റോണി കെ ബേബി MLA, അപ്പോൾ പുതിയതായിട്ടൊരു തീരുമാനവും സംസ്ഥാന സർക്കാർ എടുത്തിട്ടില്ല കേട്ടോ, സംസ്ഥാനത്തിന്റെ താല്പര്യം സംരക്ഷിക്കുമെന്ന്. ഈ സ്കൂളുകളുടെ സെലക്ഷൻ മാത്രമല്ല ഇതിനകത്ത് ഗുരുതരമായ പ്രശ്നം. ഈ സ്കൂളുകളുടെ സെലക്ഷൻ മാത്രമായിരുന്നെങ്കിൽ ഞങ്ങളും PM ശ്രീ പദ്ധതിയെ 2 കൈ നീട്ടി സ്വീകരിക്കുമായിരുന്നു. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താ? 2019 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ദേശീയ വിദ്യാഭ്യാസ നയം, ആ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമമാണ് PM ശ്രീ എന്ന് പറയുന്നത്. ആ ദേശീയ വിദ്യാഭ്യാസ നയത്തോട് ഞങ്ങൾക്ക് ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൻ്റെ പല കാര്യങ്ങളിൽ ഉൾപ്പെടെ, കാരണം കാവ്യവൽക്കരണം ഉൾപ്പെടെ, സ്വകാര്യ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കൽ ഉൾപ്പെടെ, വിദ്യാഭ്യാസത്തിൻ്റെ കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കൽ ഉൾപ്പെടെ, ഞങ്ങൾക്ക് അതിനകത്ത് പല കാര്യം, സാമൂഹ്യനീതി അട്ടിമറിക്കുന്ന ഉൾപ്പെടെ ഞങ്ങൾക്ക് പല കാര്യങ്ങളിലും അതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ പറഞ്ഞത് എന്താണ് കരിക്കുലം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം കരിക്കുലം എന്ന് പറഞ്ഞാൽ പാഠ്യപദ്ധതി,
ആ പാഠ്യപദ്ധതി തീരുമാനിക്കുവാനുള്ള അവകാശം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന് കിട്ടുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ അകത്ത് നയപരമായി അതിനകത്ത് എതിർപ്പിൻ്റെ അകത്ത് അല്ലെങ്കിൽ അതിനകത്ത് വിയോജിപ്പിലെ പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഒളിച്ചും പാത്തും വിദ്യാഭ്യാസ മേഖലയുടെ കാവ്യവൽക്കരണം, അല്ലെ RSSന് സംഘപരിവാറിൻ്റെയും ആശയഗതികൾ നമ്മുടെ സ്കൂൾ പാഠ്യ മേഖലയിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ത്രിഭാഷ പദ്ധതി ഞങ്ങൾക്ക് ശക്തമായ എതിർപ്പുണ്ട്. മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളെ തകർക്കുവാൻ വേണ്ടിയിട്ട് ഈ ത്രിഭാഷ പദ്ധതി നടപ്പാക്കുമ്പോൾ അതിനോട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ ഉപസമിതി രൂപീകരിച്ചു, കേന്ദ്രവുമായി ചർച്ചകൾ നടക്കട്ടെ. അതാണല്ലോ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ. കാരണം ചർച്ചകൾ നടക്കട്ടെ. ഞങ്ങളുടെ ഉപാധികൾ, ഞങ്ങൾ വയ്ക്കുന്ന കണ്ടീഷൻസ്, കേരള സർക്കാരിൻ്റെ നിബന്ധനകൾ അത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിനകത്ത് വിയോജിപ്പില്ല. കാരണം നമുക്കറിയാം, നമ്മൾ നൽകുന്ന നികുതി പണമാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തു നിന്നുമാണ് PM ശ്രീ പദ്ധതി വഴി ഇങ്ങോട്ട് പണം നൽകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അവകാശികളാണ് നമ്മളും. അപ്പോൾ ആ അത് തന്നെയാണ് PM ശ്രീ പദ്ധതിയെ അനുകൂലിക്കുന്നവരും പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം PM ശ്രീ പദ്ധതി കേന്ദ്ര ഫണ്ട് കിട്ടും, സ്കൂളുകളുടെ നവീകരണം സാധ്യമാകും, ഓരോ ബ്ലോക്കിൽ നിന്ന് 2 സ്കൂളുകൾക്ക് മികച്ച രീതിയിൽ മുന്നോട്ട് വരാൻ കഴിയും. പക്ഷേ ഇതിനെയൊക്കെ എതിർക്കാൻ കാരണമായിട്ട് പറഞ്ഞിരുന്നത് ഈ കാവ്യവൽക്കരണമാണ്. പക്ഷേ സംസ്ഥാനത്തെ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും നവോദയ വിദ്യാലയങ്ങളിലും കാവ്യവൽക്കരണം നടക്കുന്നുണ്ടോ? അതുപോലെ തന്നെ NCERT സിലബസ് ഇപ്പോഴും കേരളത്തിലും ഉണ്ടല്ലോ, CBSE സ്കൂളുകളിൽ അത് പിന്തുടരുന്നുമുണ്ട്. ശ്രീ OK ജയകൃഷ്ണൻ, ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഈ നിലപാടിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ഇപ്പോൾ ശ്രീ റോണി കെ ബേബി MLA പറയുന്നു PM ശ്രീ പദ്ധതി തുടരാനൊന്നുമല്ല തുടരാനെന്ന് പറയാനും പറ്റില്ലല്ലോ, കാരണം അത് നടപ്പായി തുടങ്ങിയിട്ടില്ല. കേരളത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഇല്ലല്ലോ, സംസ്ഥാന സർക്കാരിൻ്റെ സ്കൂളുകളിൽ ഇല്ലല്ലോ. അപ്പോൾ തുടരുന്നു എന്ന് പറയാനും പറ്റില്ല. ഇപ്പോഴെടുത്ത തീരുമാനത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? പറഞ്ഞ കാര്യങ്ങളെല്ലാം വിഴുങ്ങുകയാണോ ചെയ്യുന്നത് UDF? തീർച്ചയായും ഇൻട്രോ പറഞ്ഞതുപോലെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു ശ്രമമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ സംസാരിക്കുന്ന MLAയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ഇതിൽ പഠിക്കാനുള്ളത്? എന്തു പഠിച്ചിട്ടാണ് 6 മാസം മുമ്പ് ഇതിനെ എതിർത്തത്? അന്ന് എതിർത്തവർക്ക് പുതുതായി എന്താണ് പഠിക്കാനുള്ളത്? യഥാർത്ഥത്തിൽ ഈ പറയുന്നതൊന്നും അല്ലല്ലോ. കേരളത്തിന് പാകമല്ലാത്ത ഒരു പദ്ധതിയാണ് PM ശ്രീയിലൂടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെൻറ് അത് മരവിപ്പിച്ചതും നിർത്തിവെച്ചതും അത് പഠിക്കുവാനും പരിശോധിക്കുവാനും കമ്മിറ്റിയെ വെച്ച് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാതെ ഫ്രീസ് ചെയ്തു വെച്ചതും. അതിനകത്ത് കൂടുതൽ പഠിക്കാനൊന്നുമില്ല. ഒന്നാമത്തെ പില്ലർ തന്നെ, അതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് നടപ്പാക്കുക എന്നുള്ളതാണ്. അത് ഘട്ടം ഘട്ടമായി കേരളവുമായി ചർച്ച ചെയ്ത് നടപ്പാക്കുന്ന ഒന്നല്ല, അതിനകത്തെ വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയിൽ ഒന്നാമത്തെ ഇനം NEP നടപ്പാക്കുക എന്നുള്ളതാണ്. അതിനെ മറച്ചു വെച്ചുകൊണ്ട്, അത് മൂടി വെച്ചുകൊണ്ട് PM ശ്രീ എന്നുള്ളത് ഒരു പ്രൊജക്റ്റ് മാത്രമാണ്. 2022 മുതൽ 27 വരെ കാലാവധിയുള്ള, ഇനി കേവലം 9 മാസം മാത്രം ആണ് ആ പ്രൊജക്റ്റിനുള്ള കാലാവധി. ആ ഇനത്തിൽ പണമൊന്നും ലഭിക്കാനില്ല. ഇവിടെ സൂചിപ്പിച്ചത് ശരിയാണ്. PM ശ്രീ ഇനത്തിലല്ല നമുക്ക് പണം. PM ശ്രീയുടെ പേര് പറഞ്ഞ് കേരളത്തിന് അർഹമായ വിദ്യാഭ്യാസത്തിനുള്ള കേന്ദ്രവിഹിതം തടഞ്ഞു വെക്കുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതിലും പൊരുത്തക്കേടുണ്ടല്ലോ. ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പണം കിട്ടിയെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ PM ശ്രീ കേരളത്തിൽ നടപ്പായി തുടങ്ങി, സ്കൂളുകൾക്ക് ആവശ്യമായ പണം കിട്ടിത്തുടങ്ങി എന്നാണല്ലോ. അങ്ങനെ വന്നിട്ടേ ഇല്ലല്ലോ. അത് SSKയുടെ പണമാണ്. പിന്നെ താങ്കൾ പറയുകയുണ്ടായി SSKയുടെ ഫണ്ട് പിടിച്ചു വെച്ചിട്ടുണ്ട് എന്ന്. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത്, അത് ഓരോ ഹെഡിലും പറയുന്നുണ്ട്, ഓരോ വർഷവും എങ്ങനെയായിരുന്നു SSKയ്ക്ക് പണം അനുവദിച്ചിട്ടുള്ളത് എന്നത്, സമഗ്ര ശിക്ഷ കേരളത്തിന്. അതിൽ നൽകാൻ കഴിയാതെ പോയതിൻ്റെ കാരണം വ്യക്തമാക്കിയിരുന്നത് കേരളം ബില്ലുകൾ നൽകിയില്ല എന്നാണ്. റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് നൽകുന്നതിന് വേണ്ടി ബില്ലുകൾ നൽകിയിട്ടില്ല എന്നതാണ്. അപ്പോൾ അതാണ് കാരണം, അതല്ലാതെ PM ശ്രീയിൽ ഒപ്പുവെക്കാത്തത് കൊണ്ടല്ല. ബഹുമാന്യ മുഖ്യമന്ത്രി ആ പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചത് ചില കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം, ഇത് മരവിപ്പിച്ച കത്ത് ഇതുവരെ കണ്ടില്ല എന്നുള്ളതാണ്. നവംബർ 12-ാം തീയതി അന്നത്തെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി വാസുകി IAS അയച്ച കത്ത് ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫ്രീസ് ചെയ്തുകൊണ്ട് ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്, ഇതിൽ എതിർപ്പുകളുണ്ട്, ഇത് കൂടുതൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഒരു ഉപസമിതിയെ വെച്ചിട്ടുണ്ട്, ഈ പദ്ധതിയുമായി ഈ പ്രൊജക്റ്റുമായി മുമ്പോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പദ്ധതി ഒപ്പുവെച്ചു എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. അത് ഫ്രീസ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട്
വിദ്യാഭ്യാസ സെക്രട്ടറി അയച്ച കത്ത് നവംബർ 12 തീയതിയുടെ കത്ത് 2025 നവംബർ 12 മറച്ചുവെക്കാൻ ആർക്കും കഴിയില്ല. ഒന്ന്, കേരളത്തിൽ ഇതിൻ്റെ ഇനത്തിൽ പണം വാങ്ങി എന്ന് പറയുന്നു. തെറ്റാണ്. പണം ലഭിച്ചത് സമഗ്ര ശിക്ഷ കേരളക്കാണ്. സമഗ്ര ശിക്ഷ കേരളക്ക് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ഭാഗമായി ലഭിക്കേണ്ടുന്ന അല്ലെങ്കിൽ പ്രൊജക്റ്റുകൾ നടപ്പാക്കുന്നതിന് വേണ്ടി ലഭിക്കേണ്ടിയിരിക്കുന്ന പണം അതിൻ്റെ ഒരു ഗഡു മാത്രമാണ് 98 കോടി കഴിഞ്ഞ തവണ ലഭിച്ചത്. ഈ വർഷവും ലഭിച്ചിട്ടുണ്ട്. 250 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. അതൊന്നും PM ശ്രീയുടെ പണമല്ല. സമഗ്ര ശിക്ഷ കേരളയ്ക്ക് PAB മീറ്റിംഗ് പ്രൊജക്റ്റ് അപ്രൂവൽ ബോർഡിൻ്റെ യോഗം ചേർന്ന് അംഗീകരിച്ചു കൊടുത്ത തുകയാണ് ആ ഇനത്തിലെല്ലാം വന്നിരിക്കുന്നത്. അത് ഈ PM ശ്രീ ഇനത്തിലാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് അത് കേരളീയ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢമായ ശ്രമമാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞ വാക്കിൽ നിന്നും ഞങ്ങൾ അന്നും ഇന്നും ഒരേ നിലപാടിലാണ്. PM ശ്രീ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? CPI ആണ് അന്നും ഇന്നും ഒരേ നിലപാടിലുള്ളത്. മുൻ വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ടാൽ തോന്നും ഞങ്ങൾ വലിയ എതിർപ്പ് PM ശ്രീക്കെതിരെ കഴിഞ്ഞ സർക്കാർ സമയത്ത് ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാണ്. പക്ഷേ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് കഴിഞ്ഞ സർക്കാരാണ്. രഹസ്യമായാണ് പോയി ഒപ്പിട്ടത്. മന്ത്രിസഭയിൽ പോലും തീരുമാനമെടുക്കാതെയാണ് ഒപ്പിട്ടത്. പിന്നീട് തിരുത്തേണ്ടി വന്നത് CPIയുടെ എതിർപ്പ് കാരണമാണ്. അതുകൊണ്ടാണ് ഈ കത്ത് അന്ന് ശ്രീമതി വാസുകി കേന്ദ്ര സർക്കാരിന് നൽകിയതും ഇത് മരവിപ്പിച്ച് നിർത്തുന്നതിന് ആവശ്യമായി. അങ്ങനെ ഒരു കത്തുണ്ട്. ആ കത്തില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് തെറ്റാണ്, താങ്കൾ പറയുന്നത് പോലെ. അപ്പോൾ ഇത് CPIയുടെ എതിർപ്പാണ് അവിടെ ഉണ്ടായത്. UDF പൂർണ്ണമായിട്ടും അതുപോലെ തന്നെ CPM ഇക്കാര്യത്തിൽ നിലപാടുകളിൽ മാറ്റം വരുത്തുകയാണ് ഉണ്ടായത്. ഇപ്പോൾ CPM വീണ്ടും കാരണം പറയുകയാണ് ഞങ്ങളിതിനെ വലിയ രീതിയിൽ എന്തോ എതിർക്കുകയാണ് എന്ന്. അപ്പോൾ ഫണ്ട് എല്ലാവർക്കും വേണം, ഈ രണ്ട് സർക്കാരുകൾക്കും ഫണ്ട് വേണം. പക്ഷേ അവിടെ കാവ്യവൽക്കരണമാണെന്ന് ഉറക്കെ പറയുകയും വേണം. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ പണിക്കർ, അതാണല്ലോ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച കാര്യമാണ്. പക്ഷേ ലീഗ് ഇതിൽ എതിർപ്പ് ഉന്നയിക്കും എന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതും ഉണ്ടായില്ല. അറബിക്കടലിൽ തള്ളണമെന്നൊക്കെ വീരവാദം മുഴക്കിയതാണ്. PM ശ്രീയെ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ എന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ വന്നിരിക്കുകയാണല്ലോ. പക്ഷേ അവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. ഈ PM ശ്രീയിൽ ഇനി അവശേഷിച്ചിരിക്കുന്ന 10 മാസം മാത്രമാണ്. അപ്പോൾ ഈ 10 മാസം കൊണ്ട് ഈ പറയുന്ന ഓരോ ബ്ലോക്കിലും 2 സ്കൂളുകൾ ഐഡന്റിഫൈ ചെയ്യുക, അവയ്ക്ക് ആവശ്യമായ പണം കേന്ദ്രത്തിൽ നിന്ന് വാങ്ങുക, ഇതൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലോ. സമിതിയെ വെച്ചിരിക്കുകയാണ്. ആ സമിതിയുടെ റിപ്പോർട്ടൊക്കെ വരുമ്പോൾ എത്ര സമയം പിടിക്കും? അപ്പോഴേക്കും ഈ PM ശ്രീ പദ്ധതിയുടെ കാലാവധിയും കഴിയും. പിന്നെ എന്താണ് ഇപ്പോൾ ഇത് തുടരാം എന്ന രീതിയിലേക്ക് തീരുമാനം വരുവാൻ കാരണമായിട്ട് താങ്കൾ കാണുന്നത്? അത് LDF സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി നിർത്തുന്നതിന് വേണ്ടിയുള്ളതാണോ? CPM-നെ പ്രത്യേകിച്ച് നിങ്ങളങ്ങനെ ചെയ്തു പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് തുടരേണ്ടി വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് LDF-ന്റെ തലയിലിടുവാനുള്ള, പ്രത്യേകിച്ച് CPM-ന്റെ? ശ്രീ മഞ്ജുഷ്, ഞാൻ മനസ്സിലാക്കുന്നത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്താണ് തങ്ങളുടെ നിലപാട് എന്ന് സത്യസന്ധമായിട്ട് കേരളീയ പൊതു സമൂഹത്തിനോട്, പ്രത്യേകിച്ച് തങ്ങൾക്ക് വോട്ട് നൽകിയിരിക്കുന്ന ജനങ്ങളോട് ബോധിപ്പിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം UDF-നുണ്ട്, കോൺഗ്രസിനുണ്ട്. അത് അവർ നിറവേറ്റുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വിമർശനം. കാരണം PM ശ്രീയെ എന്തുകൊണ്ടാണ് ഇവർ നേരത്തെ എതിർത്തിരുന്നത് എന്നതിനെക്കുറിച്ച് ഇവർ പറയണം. പ്രത്യേകിച്ച് ലീഗ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ്. ലീഗിനാണ് PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ മുതൽ ഏറ്റവും വലിയ എതിർപ്പുണ്ടായിരുന്നത്. ലീഗ് തന്നെയാണ് ഈ പ്രാഥമിക വിദ്യാഭ്യാസം എന്നുള്ള ഒരു പോർട്ട്ഫോളിയോ, പൊതുവിദ്യാഭ്യാസം അത് ഹോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ PM ശ്രീ എന്നത് നടപ്പാക്കണോ വേണ്ടയോ എന്നുള്ള നയപരമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതിൽ മുസ്ലിം ലീഗിൻ്റെ റോൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞിരുന്നതെല്ലാം ഭരണത്തിലേക്ക് വന്നിരുന്ന സമയത്ത് മാറ്റി ഒരു U-ടേൺ എടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. UDF-ന്റെ U എന്നത് U-ടേൺ എന്നല്ല എന്ന് അവരെ നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. IUML-ലും ഉണ്ട് ഒരു U. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തിനാണ് തെറ്റായിട്ടുള്ള വിവരങ്ങളെല്ലാം ആൾക്കാരോട് പറയുന്നത്? ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ ശ്രീ റോണി കെ ബേബി പറഞ്ഞിരുന്ന PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട NEP-യുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവാസ്തവമാണ്. എന്തിനാണ് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി അങ്ങനെ ആൾക്കാരോട് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ NEP-യുടെ ഭാഗമായിട്ട് വരുന്ന ത്രിഭാഷ പഠനം മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളെ തകർക്കാനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. NEP നടപ്പാക്കി കഴിഞ്ഞാൽ മലയാളം പഠിക്കേണ്ടി വരില്ല, മലയാളം അതുകൊണ്ട് തകർന്നു പോകും എന്ന് താങ്കളോട് ആരാ പറഞ്ഞത്? അപ്പോൾ ഈ 3 ഭാഷ ഏതായിരിക്കും? ഏതൊക്കെ 3 ഭാഷയെ പഠിപ്പിക്കാൻ പോകുന്നത്? 1-ാം ഭാഷ ഹിന്ദി, 2-ാം ഭാഷ ഹിന്ദി, 3-ാം ഭാഷ ഹിന്ദി, അങ്ങനെയാണോ? അങ്ങനെയല്ല. അതിൽ ഇംഗ്ലീഷ് എന്തായിട്ട് വരും? നിങ്ങളുടെ മാതൃഭാഷ വരും. നിങ്ങൾക്ക് 3-ാമതൊരു ഭാഷ കൂടി ചൂസ് ചെയ്യാം, സെലക്ട് ചെയ്യാം. അത് സാധാരണഗതിയിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലെല്ലാം ഹിന്ദി ആയതുകൊണ്ടാണ് ഹിന്ദിയെ എതിർക്കുന്ന ആൾക്കാർ NEP വഴിയാണെങ്കിലും ത്രിഭാഷാ പദ്ധതി വഴിയാണെങ്കിലും ഹിന്ദിയെ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമമുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ അടിസ്ഥാനപരമായിട്ട്
അത് സംസ്ഥാന സർക്കാരുകളുടെ തീരുമാനമാണ്. അതാത് സർക്കാരുകൾക്ക് അതാത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ ഒരു ഭാഷയും കൊല്ലുകയോ ഒരു ഭാഷയും നശിപ്പിക്കുകയോ ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു അജണ്ടയേ അല്ല. ഒന്ന്. രണ്ട്, അദ്ദേഹം പറഞ്ഞു ഇതിലെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് കരിക്കുലമാണ് എന്ന് പറഞ്ഞു. കരിക്കുലം ഇവിടെ തീരുമാനിക്കാനുള്ള അവകാശം ആർക്കാണ്? താങ്കൾ NEP വായിച്ചിട്ടില്ലേ? NEP 2020 എന്താണ് കരിക്കുലവുമായി സിലബസ് തീരുമാനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്? എന്താണ്? ആർക്കാണ് അതിൻ്റെ അധികാരം? സംസ്ഥാനങ്ങൾക്കാണ്. അല്ലാതെ കേന്ദ്ര സർക്കാർ പറയുന്ന കാവ്യവൽക്കരണം പുരണ്ടിരിക്കുന്ന ഒരു സിലബസ് ഇവിടെയുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിച്ചോളൂ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ബൈൻഡിങ് കണ്ടീഷനും അതിലില്ല. സംസ്ഥാനങ്ങൾക്ക് സിലബസ് തീരുമാനിക്കാം. കരിക്കുലം തീരുമാനിക്കുന്നത് സംസ്ഥാനമാണ്. പെഡഗോജിക്കലായിട്ടുള്ള തിയറികളെക്കുറിച്ച്, പുതിയ പഠന സങ്കേതങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെയാണ് അതിൽ ലാർജ്ലി വിഭാവനം ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് പാഠ്യപദ്ധതി ഉണ്ടാകേണ്ടത്, ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള പഠനം എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്, ഇവാലുവേഷൻ ഏത് രീതിയിലേക്കാണ് വരേണ്ടത്, അങ്ങനെയുള്ള ഒരു ഹയർ ലെവലിലാണ് നിൽക്കുന്നത്. അതല്ലാതെ ഗ്രാനുലാർ ലെവലിലേക്ക് വന്നതിന് ശേഷം എന്ത് പാഠഭാഗങ്ങളാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്ന് പറയുന്നതിൻ്റെ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം എന്ന രീതിയിലത്തേക്ക് അത് പൂർണ്ണമായിട്ടും സംസ്ഥാനങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ ശ്രീ പണിക്കർ, മുഖ്യമന്ത്രി പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഇവിടെ റോണി കെ ബേബി MLA അത് ആവർത്തിക്കുകയും ഉണ്ടായി. രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്ന ഒന്ന്, പാഠ്യപദ്ധതി ഏതാണെന്ന് ഞങ്ങൾ തീരുമാനിക്കും, അതിൽ കേന്ദ്ര ഇടപെടൽ പറ്റുകയില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്കൂളുകൾ ഏതൊക്കെയാണെന്ന് ഞങ്ങൾ തീരുമാനിക്കും, അതിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ പറ്റില്ല. ഇത് രണ്ടും അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോഴും. ഇപ്പോൾ ഈ MOU വായിച്ചു നോക്കുമ്പോൾ സ്കൂളുകളുടെ സെലക്ഷനിൽ അത് സംസ്ഥാന സർക്കാരാണ് ആ സ്കൂളുകൾ ഏതാണെന്ന് സെലക്ട് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യേണ്ടത് സൈറ്റിൽ. അത് കേരളത്തിൽ നിന്ന് ഇതുവരെ അങ്ങനെ ഒരു സ്കൂളും അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് ആ സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കേന്ദ്രീയ വിദ്യാലയങ്ങളും നവോദയ വിദ്യാലയങ്ങളും മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് പുതിയതായിട്ട് എന്താണുള്ളത്? അപ്പോൾ റോണി കെ ബേബി പറയുമ്പോഴും ഞങ്ങൾ കുറെ കണ്ടീഷൻസ് വെക്കുന്നു, അത് കേന്ദ്രം അംഗീകരിച്ചാൽ നടപ്പാക്കാം. ഇത് പുതിയതല്ലല്ലോ, ഇതിവിടെ അങ്ങനെ തന്നെയാണല്ലോ ഉള്ളത്. മഞ്ജുഷ്, ഇത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവാസ്തവമാണ്, തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങളാണ്. ശ്രീ റോണി കെ ബേബി ഇവിടെ വന്നിരുന്നത് ആവർത്തിക്കുന്നതും തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്, PM ശ്രീ ഗൈഡ് ലൈൻസ് ഉണ്ട്. എങ്ങനെയാണ് ഈ പദ്ധതി നടപ്പാക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ അവൈലബിൾ ആണ്. എങ്ങനെയാണ് ഇതിലേക്ക് സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നത്, അതിന് ആർക്കാണ് അതിൻ്റെ അവകാശം എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താ അതിൽ പറയുന്നത്? സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഡിമാൻഡ് ചെയ്തിരിക്കുന്ന കാര്യം എന്താണോ അത് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ പടിയാണ് ഈ ധാരണാപത്രം ഒപ്പിടുക. ആരാണ് ഒപ്പിടുക? കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ അതോറിറ്റി ആയിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പും. അതാണ് ഒന്നാമത്തെ സ്റ്റേജ്. അത് കഴിഞ്ഞു വരുന്ന രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? ഈ സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കുക. ആരാണ് പട്ടിക തയ്യാറാക്കേണ്ടത്? അതാത് സംസ്ഥാനമാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് ആവശ്യപ്പെടുന്നത്? അതിനുള്ള അവകാശം ഞങ്ങൾക്ക് വേണമെന്ന്. അത് ഓൾറെഡി നിങ്ങൾക്കാണല്ലോ തന്നിരിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും? സംസ്ഥാന സർക്കാർ ഏതൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് ഏതൊക്കെ സ്കൂളുകളെയാണോ അതിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്, എന്നിട്ട് ഈ സ്കൂളുകളോട് സ്വയം ഈ പോർട്ടലിൽ പോയി അപേക്ഷിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അപേക്ഷിച്ചതിന് ശേഷം സംസ്ഥാന സർക്കാരിന്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ടീം അതാത് സ്കൂളുകളിൽ പോയി ഫിസിക്കലായിട്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ നടത്തുന്നു. ആ ഇൻസ്പെക്ഷൻ നടത്തിയതിനു ശേഷം അവരതിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി ഫൈനലി സർക്കാർ ഏതൊക്കെ സ്കൂളുകൾക്കാണ് ഇത് താല്പര്യപ്പെടുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് അന്തിമ പട്ടിക, ഒരു റെക്കമെൻഡേഷൻ ലിസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നു. ആ കൊടുക്കുന്ന കാര്യത്തിനെ അതേപടി അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ കേന്ദ്ര സർക്കാർ ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഞങ്ങൾക്ക് ഈ അവകാശം ഇങ്ങ് തരണം എന്ന് ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടും എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി നിങ്ങൾക്കാണ്. എന്നിട്ട് എന്ത് ചെയ്യും? നാളെ ഇത് ഇപ്പോൾ ഇവർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, ഇതിനകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുന്നു എന്ന് പറയും. എന്നിട്ട് നാളെ ഇത് അംഗീകരിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ഇത് നടപ്പാക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകാനുള്ള ഒരു ഉപാധി മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവർ ഈ പറയുന്ന കാവ്യവൽക്കരണത്തിന് ഇവർ ഭയപ്പെടുന്ന ഈ സിലബസുമായി ബന്ധപ്പെട്ട കരിക്കുലത്തിന്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള അവകാശം സംസ്ഥാനങ്ങൾക്ക്. PM ശ്രീ പദ്ധതിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഓരോ ഭാഗത്ത് ഓരോ ഏരിയയിലുള്ള 2 സ്കൂളുകൾ ഏതൊക്കെയായിരിക്കണം എന്നുള്ള തീരുമാനം, അതിന്റെ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായിട്ടും സംസ്ഥാനത്തിന്റെ താല്പര്യം. ഇതിൽ ഒരു തരത്തിലും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലില്ല. എന്നിരിക്കെ PM ശ്രീ പദ്ധതിയെ നിങ്ങൾ എന്തിനാണ് പിന്നീട് എതിർക്കുന്നത്? നിങ്ങൾക്കിതിനെ നടപ്പാക്കണമെന്നുണ്ട്. കാരണം ഇതിന്റെ ഫണ്ട് എന്ന് പറയുന്നത് SSIയുടെ ഫണ്ട് കൊടുക്കുന്നതുമായി അലൈൻഡ് ആണ്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതി അനുസരിച്ച് NEPയും സമഗ്ര ശിക്ഷ അഭിയാനും ഈ പറഞ്ഞിരിക്കുന്ന PM ശ്രീയും തമ്മിൽ ലിങ്ക്ഡ് ആണ്. ഇതിന് ഓരോന്നിൻ്റെതായിട്ടുള്ള പർപ്പസ് ഉണ്ട്. അപ്പൊ ഈ സമഗ്ര ശിക്ഷ അഭിയാന്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ PM ശ്രീയിൽ പദ്ധതി നടപ്പാക്കുക എന്ന് പറയുന്നതിന്റെ ഒരു മാൻഡേറ്ററി പ്രീ റിക്വസിറ്റ് ആയിട്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പാർലമെന്റിലടക്കം പറഞ്ഞിട്ടുണ്ട്. അതിനെ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയല്ലോ. ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ മാത്രമായിട്ട് ഒരു കാവ്യവൽക്കരണം എന്ന രീതിയിലത്തേക്കല്ലല്ലോ, ഇതൊരു കേന്ദ്ര പദ്ധതിയല്ലേ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കിയത്, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ അത് നടപ്പാക്കിയിരിക്കുന്നത്, കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ അത് നടപ്പാക്കിയത്? ഭരണം മാറുന്നതിന് മുമ്പ് തന്നെ അശോക് ഗെഹ്ലോട്ട് രാജസ്ഥാനിലിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അവിടെ
ഇപ്പോൾ അവിടെ 635 സ്കൂളുകളിലോ മറ്റോ നടപ്പാക്കിയിട്ടുണ്ട്. 400-ലധികം സ്കൂളുകളിൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് തന്നെ PM ശ്രീ നടപ്പാക്കി. എന്ന് വെച്ചാൽ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും PM ശ്രീ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പൊ കേരളത്തിന് മാത്രമായിട്ട് എന്താ കണ്ടീഷൻ? ഒരു കാര്യം മതിയല്ലോ. ഇപ്പൊ എല്ലാ കാര്യത്തിനും രേവന്ത് റെഡ്ഡിയും DK ശിവകുമാറും ഒക്കെ നമ്മുടെ തൊട്ടടുത്ത ആൾക്കാരാണല്ലോ. ഒരു ഫോൺ കോളിൽ റീച്ച് ചെയ്യാമല്ലോ. അവിടെ വിളിച്ചതിന് ശേഷം അവരോട് ചോദിച്ചാൽ പോരെ, ഈ സ്കൂൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്കാണോ മറ്റവർ പറയുന്നതാണോ ചെയ്യുന്നതെന്നുള്ളത് അവിടെ ചോദിച്ചാൽ മതിയല്ലോ. കാരണം തെലങ്കാനയിലും കർണാടകയിലും എല്ലാം ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടല്ലോ. ആ സ്കൂളുകളെല്ലാം തെരഞ്ഞെടുത്തിരിക്കുന്ന അതാത് സർക്കാരുകളാണല്ലോ. അപ്പൊ അതാ പറഞ്ഞത്, ഈ പദ്ധതിയെ പറ്റി തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇവിടെയുള്ള അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫണ്ടിങ്ങിനെ പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മുകളിൽ പൊളിറ്റിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുക. സത്യത്തിൽ നടക്കുന്നത് കാവ്യവൽക്കരണമല്ല. സത്യത്തിൽ ഇവിടെ നടക്കുന്നത്, ആദ്യം നടന്നിരുന്നത് ചുവപ്പുവൽക്കരണവും ഇപ്പോൾ നടക്കുന്നത് എന്താ, നീലവൽക്കരണം അല്ലെങ്കിൽ വെള്ളവൽക്കരണം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് വൽക്കരണമാണ് നടക്കുന്നത്. പിള്ളേരെന്ത് പിഴച്ചു, ഇവിടുത്തെ സ്ഥാപനങ്ങൾ എന്ത് പിഴച്ചു. മാതൃകാ വിദ്യാലയങ്ങളായിട്ട് നിങ്ങൾ ഇവിടെ ഒരു ഏറിയയിൽ 2 സ്കൂളുകളെ തിരഞ്ഞെടുക്കുക, അതിന് 5 വർഷത്തേക്ക് ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലത്തേക്ക് കാര്യങ്ങൾ ചെയ്യുന്ന പറഞ്ഞ് അവരുടെ എല്ലാ കാര്യത്തിനും കേന്ദ്ര സർക്കാർ, കേന്ദ്ര എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് വേണ്ടുന്ന എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചറുകളും കൊടുക്കുന്നു. അങ്ങനെ മാതൃകാ വിദ്യാലയങ്ങളായി മാറ്റിയതിനു ശേഷം 5 വർഷം കഴിഞ്ഞിട്ട് റണ്ണിങ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഓവർഹെഡ് എല്ലാം മാറ്റിയിട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങോട്ട് തരികയാണ്. ഈ പദ്ധതി താങ്കളും ഈ ധാരണാപത്രം വായിച്ചു നോക്കിയിട്ടുള്ളതാണല്ലോ. അന്ന് ധാരണാപത്രം രഹസ്യമായിട്ടാണെങ്കിലും ഒപ്പിട്ടത് എങ്കിൽ പോലും സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ CPIയുടെ എതിർപ്പ് കാരണം CPMന് വഴങ്ങേണ്ടി വരികയാണ് ഉണ്ടായത്. ശ്രീ റോണി കെ ബേബി, ഇവിടെ ഉള്ള വ്യവസ്ഥകൾ തന്നെ ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, മര്യാദയ്ക്ക് അത് ചെയ്തു തന്നോണം, എന്നാൽ മാത്രമേ അംഗീകരിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത്? ഇങ്ങനെ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തിനാണ് PM ശ്രീ പദ്ധതി നടപ്പാക്കും അല്ല, അതും തുറന്നു പറയുന്നില്ല. നടപ്പാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആ കാവ്യവൽക്കരണം നേരത്തെ പറഞ്ഞ് വിഴുങ്ങേണ്ടി വരും. ആ ഒരു കാരണവും ഉണ്ടല്ലോ. ഈ ശ്രീത്ത് പറഞ്ഞ ഈ വിമർശനങ്ങളുണ്ടല്ലോ, അതിനുള്ള മറുപടി. ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല ഒരു ദേശീയ വിദ്യാഭ്യാസ നയം വരുന്നത്. 1946 മുതൽ അന്ന് സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടായി. 60-ൽ കോത്താരി കമ്മീഷൻ ഉണ്ടായി. 87-ൽ ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടായി. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ 2020 വന്നിരിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം, ഇതിനു മുമ്പും എല്ലാം ഫണ്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷേ കണ്ടീഷൻസ് വെച്ചുകൊണ്ടല്ല. കേന്ദ്രത്തിന്റെ നയപരമായ കാര്യങ്ങൾ, ആശയപരമായ കാര്യങ്ങൾ സംസ്ഥാനങ്ങളിൽ പാഠ്യപദ്ധതിയിലൂടെ നടപ്പാക്കിയാൽ മാത്രമേ ഫണ്ട് തരൂ എന്നൊരു കണ്ടീഷനില്ല. പക്ഷേ ഈ പ്രാവശ്യം ആദ്യമായിട്ട് എന്ത് ചെയ്തു, ഈ പറയുന്ന ഫണ്ട് തരുന്നതിനുൾപ്പെടെ ഈ പറയുന്ന കണ്ടീഷൻസ് വെച്ചു. PM ശ്രീ പദ്ധതി നടപ്പാക്കിയാൽ മാത്രമേ ഈ പറയുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള ഇത് നടപ്പാക്കിയെങ്കിൽ മാത്രമേ സംസ്ഥാന സർക്കാരിനുള്ള ഫണ്ട് തരുള്ളൂ എന്ന് കേന്ദ്ര ഗവൺമെന്റ് കണ്ടീഷൻ വെച്ചു. അങ്ങനെ വന്നപ്പോഴാണ് മുൻ ഇടതുപക്ഷ സർക്കാർ പോയി ഏകപക്ഷീയമായി. അതിനാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. ഒരു ചർച്ചയിലൂടെ എനിക്ക് മുമ്പ് ചർച്ചയിൽ പങ്കെടുത്ത അദ്ദേഹം പറയുന്നത് കേട്ടു, ഉന്നത അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ കേന്ദ്രത്തിന് കത്തയച്ചു, ഇടതുപക്ഷ സർക്കാർ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചു. എന്തെങ്കിലും ചർച്ച നടന്നോ? ഈ കേന്ദ്ര സർക്കാരുമായി ഈ പറയുന്ന ഫണ്ട് മേടിക്കുന്നതിന് നിങ്ങൾ പറയുന്ന ഉപാധികൾ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിനകത്ത് മാറ്റം വരുത്തണം എന്ന എന്തെങ്കിലും ഒരു നിർദ്ദേശം പറയുകയുണ്ടായി? ഒരു തരത്തിലും ആ പറയുന്ന ഉപസമിതി ഒരു ചർച്ചകൾ പോലും നടത്തിയിട്ടില്ല. ഇവിടെ ഞങ്ങൾ പറയുന്നത്, ഇവിടെ ബഹുമാനപ്പെട്ട എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ട സ്നേഹിതൻ അദ്ദേഹം പിന്നെ പറയുകയുണ്ടായി, കർണാടകയിൽ നടപ്പാക്കിയില്ലേ, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ നടപ്പാക്കിയില്ലേ? അങ്ങ് പരിശോധിക്കണം. ദേശീയ വിദ്യാഭ്യാസ നയം കർണാടകയിൽ നടപ്പാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയം കർണാടകയിൽ നടപ്പാക്കാത്തത്? അതിനകത്ത് വളരെ അപകടകരമായിട്ടുള്ള നിർദ്ദേശങ്ങളുള്ളതുകൊണ്ട് ഞാനും ആ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് ഭാഗമായിട്ട് തന്നെ നിന്നുകൊണ്ട് ഞാനും കാരണം നമുക്കറിയാം ഇപ്പോൾ ഈ ദേശീയ തലത്തിൽ തന്നെ ഒരു സംശയം വേണ്ടല്ലോ. ഇവിടെ ഗവർണർ അപ്പോയിന്റ് ചെയ്ത വൈസ് ചാൻസലർമാർ പോയി മോഹൻ ഭഗവതിന്റെ യോഗത്തിൽ തന്നെ പങ്കെടുക്കുന്നത്, അതൊന്നും വളരെ നിഷ്കളങ്കമായിട്ടൊന്നും കാണണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് കഴിയില്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ ഇന്ത്യയുടെ പാഠ്യപദ്ധതിയെ ഇവിടെ അത് AB വാജ്പേയി സർക്കാർ അധികാരത്തിൽ 25 വർഷങ്ങൾക്ക് മുമ്പ് വന്ന് അന്ന് മുതൽ ആരംഭിച്ചതാണ്. PM ശ്രീ പദ്ധതിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? PM ശ്രീ പദ്ധതി സംസ്ഥാനത്തെ ഓരോ ബ്ലോക്കിലെയും 2 സ്കൂളുകളിൽ നടപ്പിലാക്കുന്നതിനെ UDF സർക്കാർ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? അതിനുള്ള ഫണ്ട് വാങ്ങുമോ ഇല്ലയോ? ഇത് മാത്രമേ ഇനി അറിയുവാൻ ബാക്കിയുള്ളൂ. അത് തുറന്നു പറയുവാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇനിയും ഏതോ ഉപസമിതിയെ വെക്കുമെന്നൊക്കെ പറയുന്നു. നിലവിൽ ആ പദ്ധതി തുടങ്ങിയിട്ടില്ല കേരളത്തിൽ.
ഞാൻ തുറന്നു തന്നെ പറയാം. കാരണം ഇതിനു മുൻപ് പല സർക്കാരുകളും, കാരണം വിദ്യാഭ്യാസത്തിൽ നമുക്ക് വിഹിതം കിട്ടേണ്ടതാ, വിഹിതം നമുക്ക് കിട്ടിയിട്ടുണ്ട്, കേന്ദ്ര ഫണ്ടിൽ നിന്ന് നമുക്ക് കേന്ദ്ര ഫണ്ടുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പ്രാവശ്യം ഉപാധി വെക്കുന്നത്? ദേശീയ വിദ്യാഭ്യാസം നടപ്പാക്കിയാൽ മാത്രമേ കേരളത്തിന് ഫണ്ട് തരുള്ളൂ എന്ന് പറയുന്നത് എന്തിനാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്? കേന്ദ്ര സർക്കാരിന് പറയാനുള്ള അവകാശം എന്താണ്? ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റാണ്. ആ കൺകറന്റ് ലിസ്റ്റുള്ള പിന്നെ ഇതിനകത്ത് കേന്ദ്ര സർക്കാർ എന്തിനാണ് ഉപാധി വെക്കുന്നത്? എന്റെ നിങ്ങളുടെ നികുതി പണം എനിക്ക് അതിനകത്തൊരു സംശയമുണ്ട്. ഇപ്പോൾ PM ശ്രീ പദ്ധതി മരവിപ്പിക്കുവാനുള്ള കത്ത് നൽകിയതിനു ശേഷവും SSKയിലേക്കുള്ള ഫണ്ട് നൽകുകയുണ്ടായി. ശ്രീ OK ജയകൃഷ്ണൻ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. 99 കോടി രൂപ അനുവദിച്ചു, അതിനുശേഷവും ഒരു 250 കോടിയോ വന്നില്ലേ? ഒരിക്കലുമല്ല. ആ ഇടതുപക്ഷ സർക്കാർ ഒപ്പുവെച്ചതിന് ശേഷമാണ് ഫണ്ട് റിലീസ് ചെയ്തത്. ആ ഫണ്ട് പോലും തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു SSK ഉൾപ്പെടെ. SSAയുടെ ഫണ്ട് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ് തടഞ്ഞു വെക്കുകയായിരുന്നു. അതത് സമയത്ത് ഉദ്യോഗസ്ഥരും മന്ത്രിതലത്തിലും ഒക്കെ പോയി ചർച്ച ചെയ്ത് പണം വാങ്ങിച്ചെടുക്കുന്നതിനാണ്. ആ പണം അങ്ങനെ കൂടുതൽ കാലം പിടിച്ചു വെക്കാനും കഴിയില്ല. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ഭിന്നശേഷി കുട്ടികൾക്ക് യൂണിഫോമിന്, അതുപോലെ കുട്ടികളുടെ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ അനുവദിക്കുന്ന തുക, അതൊരു ഭരണഘടനാ ബാധ്യത കൂടിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. അതങ്ങനെ കൂടുതൽ കാലം പിടിച്ചു വെക്കാൻ കഴിയില്ല. ആ തുകയാണ് അനുവദിച്ചത്. തമിഴ്നാട് കോടതിയിൽ പോയപ്പോൾ അവർക്കുള്ള തുക അതുപോലെ തന്നെയാണ് അനുവദിച്ചത്. ഇവിടെ ഒരു കാര്യം, ഇവിടെ ഈ ചർച്ചക്കകത്ത് ഈ കേരളം ഒരു വിദ്യാഭ്യാസ വിഷയം ഇത്ര ഗൗരവമായി ചർച്ച ചെയ്ത മറ്റൊരു വിദ്യാഭ്യാസ വിഷയമില്ല. അതിപ്പോൾ ഒരു രാഷ്ട്രീയ വിഷയം കൂടിയായിരിക്കുകയാണ്. അതിനകത്തുള്ള രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ ലീഗും കോൺഗ്രസും മറ്റ് സംഘടനകളുമെല്ലാം ഇടതുപക്ഷത്തെ അടിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഡീൽ എന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്ന ഒരു പദ്ധതി. അന്ന് ഒരു പാകപ്പിഴ കണ്ടപ്പോൾ, ഒരു തെറ്റ് കണ്ടപ്പോൾ ഇടതുപക്ഷത്ത് നിന്ന് തന്നെ ശബ്ദമുയരുകയും ഇടതുപക്ഷം അതിനെ പരിശോധിക്കുവാൻ തയ്യാറാവുകയും ചെയ്തു. ആ പദ്ധതി ഇത് അധികാരം കിട്ടിയപ്പോൾ അത് പാടി നടന്ന് വോട്ട് വാങ്ങിച്ച് ആളുകളെ പറ്റിച്ച് അധികാരത്തിലെത്തിയപ്പോൾ അത് നടപ്പാക്കുമെന്ന് സങ്കോചമില്ലാതെ എങ്ങനെയാണ് UDF നേതാക്കൾക്ക് കഴിയുന്നത്? പ്രത്യേകിച്ചും ലീഗിൻ്റെ ആളുകൾക്ക്, ലീഗിൻ്റെ നേതാക്കളൊക്കെ നടത്തിയ പ്രസംഗങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലും TV-യിലൂടെ ഒക്കെ കണ്ടതാണ്. ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല. അറബിക്കടലിൽ നിന്ന് വലിച്ചുചാടും എന്ന് പറഞ്ഞവർ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ. അതെ, ഇപ്പോൾ പറഞ്ഞു കർണാടകത്തിൽ എങ്ങനെയാണ്? കർണാടകത്തിൽ PM ശ്രീ നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ പദ്ധതിയായ, ഒന്നാമത്തെ വ്യവസ്ഥയായ NEP നടപ്പാക്കും എന്ന ഉപാധിയിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് അവിടെ നടപ്പാക്കിയിട്ടുണ്ടാവുക. തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട. അന്ന് ഒപ്പുവെച്ചത് അന്നത്തെ BJP സർക്കാരാണ്, ശരിയാണ്, അത് മനസ്സിലാക്കുക. ഇപ്പോൾ അവിടെ കർണാടകത്തിൽ കോൺഗ്രസ് സർക്കാരാണുള്ളത്. അന്നത്തെ BJP ആയിരിക്കും അന്ന് ഒപ്പുവെച്ച് അത് നടപ്പാക്കിയിട്ട്. പക്ഷേ കോൺഗ്രസ് നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു ബാധ്യതയുമില്ലാതെ ഈ പദ്ധതിയെ ദേശീയ തലത്തിൽ എതിർക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും കോൺഗ്രസ് അതേപടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് ദേശീയ തലത്തിൽ പല സംസ്ഥാനങ്ങളിലും ഉള്ളത്. എന്നാൽ ഇപ്പോൾ താങ്കൾ നേരത്തെ പറയുകയുണ്ടായി സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു, അത് ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്തത് കൊണ്ടാണെന്ന്. ശ്രീത്തും അവിടെ അതിൻ്റെ ഒരു വ്യവസ്ഥയായിട്ട് അത് പറയുകയുണ്ടായി. വ്യവസ്ഥ പക്ഷേ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല MOയിൽ. പക്ഷേ കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചത് 2024-25 420 കോടി രൂപ അംഗീകരിച്ചിരുന്നു SSKയ്ക്കായി. എന്നാൽ രേഖ ഹാജരാക്കാതിരുന്നത് കാരണം ഈ തുക അനുവദിച്ചില്ല. 254 കോടി രൂപയായിരുന്നു വിനിയോഗം. 25-26 452 കോടി രൂപയാണ് കേന്ദ്രം അംഗീകരിച്ചത്. വിദ്യാഭ്യാസ അവകാശത്തിനായി 99, അതാണല്ലോ ഈ 99 കോടി രൂപ PM ശ്രീ ഒപ്പിട്ടതിന് ശേഷം നൽകി എന്നുള്ള ഒരു വാദം വരുന്നത്. 99 കോടി രൂപയും അനുവദിച്ചു. 24-25, 25-26 വർഷങ്ങളിലെ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല. വ്യവസ്ഥ പാലിക്കൽ, മുൻഗഡുക്കളുടെ വിനിയോഗം, മാനദണ്ഡം പാലിക്കൽ എന്നിവയ്ക്ക് വിധേയമായാണ് ഫണ്ട് നൽകുന്നതെന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ? ഈ പറയുന്നതല്ലേ? ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമല്ലേ? PM ശ്രീ ഇനത്തിൽ ഏതെങ്കിലും പണം വന്നിട്ടുണ്ടോ? PM ശ്രീ ഇനത്തിൽ വന്നിട്ടില്ല. PM ശ്രീ ഇനത്തിൽ അല്ല, ഞാൻ പറഞ്ഞത് PM ശ്രീ ഒപ്പിടാത്തത് കൊണ്ട് സമഗ്ര ശിക്ഷാ ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ള വാദമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. മാത്രമാണ്, സമ്മർദ്ദ തന്ത്രമാണ് കേന്ദ്ര പക്ഷേ സർക്കാർ കേന്ദ്രം പറയുന്നത് ഈ ബില്ലുകൾ വിനിയോഗം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതെ, ദേശീയ തലത്തിൽ PAB മീറ്റിങ്ങിന് പോകുമ്പോൾ ഉദ്യോഗസ്ഥരോട് വാക്കാൽ അവർ പറയുന്നത് നിങ്ങൾ PM ശ്രീ ഒപ്പിട്ടിട്ട് വാ, ഞങ്ങൾ എല്ലാ പണവും പാസ്സാക്കി തരാമെന്നുള്ളതാണ്. അവരുമായി സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്ന കാര്യമാണ്, അതാണ്. ആ തരത്തിലല്ലാതെ ഇപ്പോൾ പലരും പല ഭാഗത്തുനിന്നും ഇപ്പോൾ ചോദ്യങ്ങളാണ്. സത്യത്തിൽ എന്താണ് ഇന്നത്തെ സാഹചര്യത്തിൽ PM ശ്രീയുമായി മുമ്പോട്ട് പോകാനുള്ള ബാധ്യത എന്താണ് കേരളത്തിന്? അതും ഇതുകൊണ്ടായിരിക്കും UDF സർക്കാർ അധികാരത്തിലേറ്റ സെക്രട്ടറിമാർ അവിടെ പോയി ഡൽഹിയിൽ പോയി ചർച്ച നടത്തുമ്പോൾ ഇത് തന്നെ കേന്ദ്രം ആവർത്തിക്കുന്നു.
നിങ്ങൾ PM ശ്രീയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കത്തുണ്ട്, ഇപ്പോൾ നൽകിയിരിക്കുന്ന കത്തുണ്ടല്ലോ, അത് പിൻവലിക്കുക, PM ശ്രീ കരാർ നടപ്പിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ഫണ്ട് സമഗ്ര ശിക്ഷ അത് അഭിയാൻ അല്ലെ, സമഗ്ര ശിക്ഷ കേരള, അത് തരാം, ആ ഫണ്ട് തരാം, അതായിരിക്കുമോ കാരണം? അത് ഉദ്യോഗസ്ഥരോടല്ല, എനിക്ക് പറയാനുള്ളത് ഭരണാധികാരികളോട് തന്നെ, സാക്ഷാൽ മുഖ്യമന്ത്രിയോട് തന്നെ ഇത് പറഞ്ഞപ്പോൾ അതിനകത്ത് പുതിയ ഡീൽ ഉണ്ടാക്കുകയാണ്. ഇത്രയും കാലം ഡീൽ എന്ന് പറഞ്ഞ് നടന്നവർ ആ ഡീലിൻ്റെ കുറേ ചിത്രങ്ങൾ നമ്മളിവിടെ കണ്ടല്ലോ. MG യൂണിവേഴ്സിറ്റിയിൽ VC വെച്ചത്, അവിടെ സിൻഡിക്കേറ്റ് രൂപീകരിച്ചത്, അവിടെ ഇപ്പോൾ VC-മാർ RSSൻ്റെ യോഗങ്ങളിൽ പങ്കെടുത്തത്, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഈ ഡീലിൻ്റെ ഭാഗമായി അതിനെ ഭയന്നുകൊണ്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഹിന്ദുത്വ ഡീൽ ചെന്നുപെട്ടിരിക്കുന്നത് UDF ആണ്. അതിന് മൂകസാക്ഷിയായി ലീഗും മറ്റ് കക്ഷികളും ഇരിക്കുന്നു. അപ്പോഴും ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ വലിയ തോതിൽ ഇതിനെ എതിർത്തതാണല്ലോ അന്ന്, എന്നും എതിർക്കും. ഇത് നയപരമായ എതിർപ്പാണ്, ദേശീയ തലത്തിൽ നയപരമായ എതിർപ്പാണ് ഇടതുപക്ഷം ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ കൊണ്ട് വന്നിരിക്കുന്നത്. അത് നടപ്പാക്കാനുള്ള, ഷോക്കേസ് ചെയ്യാനുള്ള പദ്ധതിയാണ് PM ശ്രീ. അതുകൊണ്ടാണ് PM ശ്രീ എതിർക്കുന്നത്. ഇന്നും എതിർക്കും, ഇന്നലെ എതിർത്തിട്ടുണ്ട്, ഇന്നും എതിർക്കും, നാളെയും എതിർക്കും. ഇതിലെ ഹിഡൻ അജണ്ട കേരളത്തിന് പാകമായവയല്ല. അത് നടപ്പാക്കാൻ ഇറങ്ങിയാൽ മാത്രമാണ് കേട്ടോ, CPM ഒരിക്കലുമല്ല. ഇടതുപക്ഷമാണ് ഈ നടപടിയെ മരവിപ്പിച്ചത്. CPI എതിർപ്പ് ആയിക്കോട്ടെ, അത് കൂട്ടുത്തരവാദിത്തമുള്ള മന്ത്രിസഭയിൽ ഒരു ഉപസമിതിയാണ് വെച്ചത്. CPI മന്ത്രിമാർ മാത്രമല്ല, ഉപസമിതിയിൽ ഒരു തീരുമാനം ഇല്ല. അതിനകത്ത് കൂടുതൽ ചർച്ച ചെയ്യാനില്ല, ഉപസമിതിയിൽ കൂടുതൽ ചർച്ച ചെയ്യാനില്ല. ഇത് നയപരമായി എല്ലാവർക്കും എതിർപ്പുള്ളതാണ്. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട CPM സെക്രട്ടറി ഇറക്കിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലും പറഞ്ഞിരിക്കുന്നതാണ്. പൊതുവിൽ ഇടതുപക്ഷത്തിന്റെ പൊതുവായ നിലപാടാണിത്, NEP-ക്കെതിരാണ്. ആ നിലപാടിനെതിരെ ഇനിയും കേരളത്തിൽ ഇത് നടപ്പാക്കാൻ വന്നാൽ നോക്കിക്കോളൂ, കേരളത്തിനകത്ത് നിങ്ങൾക്ക് ഈ ഡീല് പറഞ്ഞ് വോട്ട് വാങ്ങിച്ചവർ തന്നെ എതിരായി ഈ പ്രക്ഷോഭത്തിന് മുൻപന്തിയിലുണ്ടാകും. അതിനെ നയിക്കുവാൻ അതൊരു മുന്നറിയിപ്പാണ് കേട്ടോ. അതായത് PM ശ്രീ പദ്ധതി UDF സർക്കാർ നടപ്പാക്കാൻ തുടങ്ങിയാൽ വലിയ എതിർപ്പായിരിക്കും. കാരണം അറിയാമല്ലോ, ഇപ്പോൾ ASF ഉറപ്പായിട്ടും ഉണ്ടാവും, SFIയും രംഗത്തിറങ്ങാൻ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇപ്പോൾ ഫണ്ട് എല്ലാവർക്കും വേണം. അതുകൊണ്ട് ഈ ഫണ്ട് നഷ്ടപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദിത്വം ഇവരെല്ലാം ഏറ്റെടുക്കണം. ഇപ്പോൾ 1.13 കോടി രൂപയും കണ്ടാണ് അല്ലേ ഓരോ സ്കൂളിനും കിട്ടുന്നത് അല്ലേ. 60% കേന്ദ്രവും 40% സംസ്ഥാനം. അവസാന വർഷത്തെ 9 മാസത്തെ യൂട്ടിലിറ്റി അത് നിർമ്മാണത്തിനൊക്കെ ഈ ഇനത്തിൽ ചുരുങ്ങിയ തുക മാത്രമാണ് അനുവദിക്കുക. നേരത്തെ ശ്രീത്ത് പറഞ്ഞതുപോലെ അതിൻ്റെ വായിച്ചു നോക്കിയാൽ അറിയാം, അക്കാഡമിക് ഇൻപുട്ടിനാണ് കൂടുതൽ തുക അതിനകത്ത് അനുവദിക്കുന്നത്. അത് നല്ല കാര്യമല്ലേ? അക്കാഡമിക് ഇൻപുട്ട് നോക്കൂ, നേരത്തെ ചോദിച്ചതിൽ തന്നെയാണ്. സംസ്ഥാനത്തിന് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിദ്യാഭ്യാസം അതിൻ്റെ പാഠ്യപദ്ധതി രൂപീകരിക്കുന്നതിന് ചില രീതികളുണ്ട്. ദേശീയ തലത്തിൽ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്ക് തരുന്നു. അതിനകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് സംസ്ഥാനത്തിനും അതിൻ്റെ ഫ്രെയിംവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്. കേരളത്തിൻ്റെ ഫ്രെയിംവർക്ക് KCF ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ്. അങ്ങനെയാണ് നമ്മുടെ പാഠപുസ്തകങ്ങളും വന്നത്. അങ്ങനെയാണ് ദേശീയ തലത്തിൽ മൊഹൻജുദാരോയിലെ ശില്പത്തെ, കുപ്പായമണിയിച്ച ശില്പം കേരളത്തിലെ പാഠപുസ്തകത്തിൽ ഇല്ലാത്തത് കേരളം തനതായ പാഠപുസ്തകങ്ങൾ നിർമ്മിക്കുന്നത് കൊണ്ടാണ്. ആ മാറ്റം ശ്രദ്ധിക്കണം. ഏറ്റവും നല്ല ഉദാഹരണവും തെളിവുമല്ലേ ഇന്നലെ NCERT 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ മൊഹൻജുദാരോയിലെ ശില്പത്തിന് കുപ്പായം ഇടിയിച്ചുകൊണ്ട് ഇറക്കിയ കണ്ടില്ലേ? NCERT-യുടെ പുസ്തകങ്ങളിലൂടെ ഇതെല്ലാം ഒളിച്ചു കടത്തും എന്നുള്ള കാര്യമാണ്. ഇത് പ്രചാരണം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വേണമെങ്കിൽ നടപ്പാക്കിയിട്ടില്ലല്ലോ കേരളത്തിൽ എന്നൊക്കെ പറയാം. അത് പക്ഷേ കേരളത്തിലായതുകൊണ്ടാണ് എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് വരുന്നത്. പിന്നെ ഇത് സ്കൂളുകൾ എന്ന് പറയുമ്പോൾ മുഴുവൻ സ്കൂളുകളുമൊന്നും ഇതിൻ്റെ പരിധിയിൽ വരില്ല. പലരും തെറ്റിദ്ധരിക്കും അങ്ങനെ. ഓരോ ബ്ലോക്കിലും 2 സ്കൂളുകൾ മാത്രമേ ഇതിൻ്റെ പരിധിയിൽ വരികയുള്ളൂ. അതിനുള്ള അവസരവും നഷ്ടമായി കഴിഞ്ഞല്ലോ. ഇനി 10 മാസം മാത്രമേ ഉള്ളൂ PM ശ്രീ പദ്ധതിക്ക്. നോക്കൂ മഞ്ജുഷ്, ഇതിൽ ഒരു സത്യസന്ധതയില്ലായ്മയുണ്ട് LDF-ന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നവർക്കും UDF-ന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നവർക്കും. അതിൻ്റെ കാരണം LDF അന്ന് ചെയ്തിരുന്നത് എന്തായിരുന്നു? PM ശ്രീ പദ്ധതി നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ ആരും കാണാതെ അടുക്കള ഭാഗത്തുള്ള കതക് തുറന്നിട്ട് ആളെ വിട്ട് ഡൽഹിയിൽ പോയിട്ട് ഒപ്പിടിച്ചു. LDF-ൽ ചർച്ച ചെയ്തില്ല, CPI അറിയിച്ചില്ല, ആരോടും പറയാതെ ഈ ധാരണാപത്രത്തിൽ പോയി ഒപ്പിട്ടു. ഒപ്പിട്ടതിന് ശേഷം വലിയ വിവാദമായി, CPI കടുംപിടുത്തം പിടിച്ച് നിന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവസാനം ഇത് പിൻവലിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അബയൻസിൽ വെക്കാനായിട്ട് നമ്മളൊരു കത്തയച്ചു. അപ്പോൾ സത്യസന്ധതയില്ലായ്മ, പാർട്ടിയുടെ ഉള്ളിലുള്ള, മുന്നണിയുടെ ഉള്ളിലുള്ള ആൾക്കാരോടുള്ള ചതി, വഞ്ചന, ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. അതിനുശേഷം അന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ V. ശിവൻകുട്ടി തെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിൽ കേരളത്തിലെ തന്നെ ഒരു മാധ്യമത്തിന് നൽകിയിരിക്കുന്ന ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല പോയി ഒപ്പിട്ടത്.
ഇത് ഒപ്പിട്ടെങ്കിലേ പൈസ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്ത ഒരു ട്രിക്കാണിത് എന്ന് പറഞ്ഞിട്ട് യാതൊരു വിധത്തിലുള്ള സങ്കോചവുമില്ലാതെ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അതേ അഭിമുഖത്തിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മളൊരു ഉപസമിതിയെ പറ്റി പറഞ്ഞല്ലോ, മന്ത്രിസഭാ ഉപസമിതി. അതാണ് ഈ വാസുകി അങ്ങോട്ട് ഡൽഹിയിലേക്ക് അയച്ചിരിക്കുന്ന കത്തിലും പറഞ്ഞിരിക്കുന്നത്. ഒരു മന്ത്രിസഭാ ഉപസമിതി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുമെന്നാണ്. അന്ന് ശ്രീ വി ശിവൻകുട്ടി അവിടെ ഇരുന്നിട്ട് വലിയ ഗീർവാണം അടിച്ചത് എന്താണെന്നറിയോ? ഈ ഉപസമിതി ഇന്നേ വരെ ഒരു മീറ്റിംഗ് പോലും കൂടിയിട്ടില്ല എന്ന്. എന്തായാലും ഈ ഉപസമിതി തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നതിന് ശേഷം ഇവരാരും തന്നെ ഒരു മീറ്റിംഗ് കൂടിയിട്ടില്ല എന്നുള്ള ഉറപ്പാണല്ലോ. കാരണം ഇതിൽ പല ആൾക്കാരും മത്സരിക്കുന്നുണ്ട്, ചിലർക്ക് സീറ്റില്ല. അപ്പോൾ പിന്നെ എന്തായാലും അവരല്ല തീരുമാനം എടുക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഈ സമയം അത്ര അങ്ങ് പോകുന്നതിന് വേണ്ടിയിട്ട് ഇവരൊരു ഉപസമിതിയെ ഉണ്ടാക്കി CPIയെ ഒന്ന് സുഖിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരു വിധത്തിലുള്ള സത്യസന്ധതയും ഇല്ലാതെ ഒരു കാര്യം ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ആ ഉപസമിതി ഒരു മീറ്റിംഗ് പോലും കൂടിയിട്ടില്ല എന്ന് അന്നത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നോക്കൂ, ഏതാണ്ട് ഒരു 1.5 മാസം മുമ്പ് മാത്രം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രത്തിൽ കഷ്ടിച്ച് 1.5 മാസം മുമ്പ് വന്നിരിക്കുന്ന ഒരു വാർത്തയിൽ പറയുന്നത് കർണാടകയിൽ 585 സർക്കാർ സ്കൂളുകൾ സർക്കാർ ഈ PM ശ്രീ പദ്ധതിക്ക് വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുന്നു ഇനി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ NEP തയ്യാറാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്റ്റേറ്റിലുള്ള ഉദ്യോഗസ്ഥരെയും ഒക്കെ കോട്ട് ചെയ്തിട്ട്, അവിടെ ഒരു ഉപസമിതിയൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ ആൾക്കാരെയൊക്കെ കോട്ട് ചെയ്തിട്ട് ഇവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് അക്കൗണ്ടബിലിറ്റിയോടുകൂടി. കോൺഗ്രസ് എവിടെയെങ്കിലും ചലഞ്ച് ചെയ്തോ? എങ്ങും ചലഞ്ച് ചെയ്തിട്ടില്ല. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം അവസാനം വന്നിരിക്കുന്ന വാർത്തയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും അത് നടപ്പാക്കാനായിട്ട് പോവുകയാണ്. ഇവർ നടപ്പാക്കാൻ പോകുന്നത് എന്തിനാണെന്നറിയോ? എങ്കിൽ മാത്രമേ ഈ സമഗ്ര ശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഈ 60% ഫണ്ട് ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ. അപ്പൊ പൈസയാണ് പ്രധാനം, നമുക്ക് ആദർശമല്ല എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ ഇവരെല്ലാവരും തന്നെ എങ്കിൽ ലെറ്റ് ഗോ എന്ന് പറയുകയാണ്. പഞ്ചാബ് ഇത് തന്നെ ചെയ്തു കേട്ടോ. പക്ഷെ അത് പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് ഇങ്ങനെ വ്യവസ്ഥ വെച്ച് സർക്കാരുകളെ സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ളതാണ്. അല്ല, ആ വ്യവസ്ഥ വെച്ചിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ 2 സംസ്ഥാന സർക്കാരുകൾ 2 രീതിയിൽ പോയി. നമുക്കതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഒന്ന് പഞ്ചാബായിരുന്നു. പഞ്ചാബ് എന്ത് ചെയ്തു? ഇത് ആദ്യം ഒപ്പിട്ടതിന് ശേഷം പഞ്ചാബ് എന്ത് ചെയ്തു? ആം ആദ്മി പാർട്ടി സർക്കാർ എന്താ തീരുമാനിച്ചത്? ഇത് നടപ്പാക്കണ്ട എന്ന് തീരുമാനിച്ചു. ശരി, അങ്ങനെയാണെങ്കിൽ പണം തരുന്നില്ല എന്ന് പറഞ്ഞു. അവസാനം അവരെന്ത് ചെയ്തു? കുറെ കാലം ഇതേപോലെ ഫണ്ട് ലാപ്സ് ആക്കിയതിനു ശേഷം അവസാനം ഈ പണം ഇല്ലാതെ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും ചെന്ന് റിക്കൺസൈൽ ചെയ്തിട്ട് അത് നടപ്പാക്കാനായിട്ട് അവർ തീരുമാനിച്ചു. 1. 2, തൊട്ടപ്പുറത്തെ സംസ്ഥാനത്തിനെ നോക്കൂ, തമിഴ്നാട് എന്താ പറഞ്ഞത്? പറ്റില്ല. നമുക്കിപ്പോൾ ഇതിന്റെ MOU നമ്മുടെ എല്ലാം കയ്യിലുണ്ടാവുമല്ലോ. ആ MOUവിൽ പറയുന്നുണ്ടല്ലോ, ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പുണ്ടെങ്കിൽ ലീഗലി നിങ്ങൾക്ക് സൂ ചെയ്യാം, നിങ്ങൾക്കതിന് ഡൽഹിയിലുള്ള കോടതികളെ സമീപിക്കാം. തമിഴ്നാട് അത് തന്നെയല്ലേ ചെയ്തത്. തമിഴ്നാട് അതും ഒരു പടി കൂടി കടന്ന്, തമിഴ്നാട് ഇത് ഞങ്ങളുടേതായിട്ടുള്ള ഒരു അവകാശമാണ്, ഞങ്ങൾക്ക് കിട്ടേണ്ട പണമാണ്, അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഇത് പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എവിടെ പോയി? സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി എന്ത് പറഞ്ഞു? ഇതിന് അടിയന്തര പ്രാധാന്യമൊന്നുമില്ല, പിന്നീട് പരിഗണിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും തമിഴ്നാട് അവരുടെ രീതിയിൽ അവർ പണം ഫണ്ട് ചെയ്തിട്ടാണ് അവിടുത്തെ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്നത്. അതായത് സമഗ്ര ശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫണ്ട് അവർക്ക് കിട്ടുന്നില്ല. ഇതിലേക്ക് ബംഗാളും കൂടി ചേരാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് അവിടെ ഇലക്ഷനും കാര്യങ്ങളും എല്ലാം വന്നത്. എന്തായാലും അതിനുശേഷം പുതിയ സർക്കാർ അവിടെ വന്നിട്ട് അവർ PM ശ്രീ ഇവിടെ നടപ്പാക്കാൻ പോകുന്നു. അപ്പൊ നമ്മുടെ മുന്നിൽ ഇത് നിയമപരമായിട്ട് ഇതിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമുണ്ട്. ആദർശത്തിനെ ഈ ഇത്തരത്തിൽ മർക്കട മുഷ്ടി കൊണ്ട് ആരെങ്കിലും പരാജയപ്പെടുത്താനായിട്ട് ഇരിക്കുകയാണ് എന്നൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ ആദർശത്തിനെ അങ്ങ് അടിയറ വെച്ചേക്കാം എന്നല്ലല്ലോ കരുതേണ്ടത്. പകരം പോയി എന്ത് ചെയ്യണം? ഞങ്ങൾ കേസ് നടത്തുന്നു എന്ന് പറയണം. അപ്പൊ ഇവിടെ പാർട്ടിയുടെ ഉള്ളിലുള്ള വഞ്ചന, മുന്നണിയുടെ ഉള്ളിലുള്ള വഞ്ചന, എന്നിട്ട് വോട്ട് ചെയ്തിരിക്കുന്ന ജനങ്ങളോടുള്ള വഞ്ചന, സത്യത്തിൽ ഇവർ ഈ പറയുന്ന രീതിയിലത്തേക്കുള്ള ഒരു രാഷ്ട്രീയവൽക്കരണം ഇതിലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനെ പറ്റി ഇവരാരും സംസാരിക്കുന്ന പോലുമില്ല. എന്തിനാണ് ഈ PM ശ്രീ? എന്തിനാണ് ഈ NEP? എന്തിനാണ് ഈ SSA? ഇത് മൂന്നും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം എന്താണെന്നുള്ളത് പബ്ലിക്ലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലേ? അതിനകത്തിൽ കരിക്കുലത്തിനെ പറ്റിയോ നിങ്ങളുടെ പാർട്ടി പദ്ധതിയെ പറ്റിയോ പറയുന്നുണ്ടോ? മികച്ച ഇപ്പൊ അല്പം മുമ്പ് ഈ ശില്പവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തന്നെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ? കേരളത്തിൽ എന്തുകൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു പാഠപുസ്തകം ഉണ്ടാകുന്നതിന്റെ കാരണം എന്താ എന്ന് വെച്ചാൽ ഇവിടത്തേക്ക് കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മൾ നടപ്പാക്കുന്നു, അത് തന്നെ തുടരും. മികച്ച അധ്യയനം വരിക, സമഗ്ര വികസനം ഉണ്ടാവുക, ഗ്രീൻ സ്കൂൾസ് ഉണ്ടാവുക, സ്കൂൾ ഡ്രോപ്പ് ഔട്ടുകളായിട്ട് വരുന്ന കുട്ടികളുടെ എണ്ണം കുറയ്ക്കുക, NEPയിലേക്കുള്ള അലൈൻമെന്റ് വെക്കുക, റിസോഴ്സിന്റെ കൺവേർജൻസ് വരുത്തുക, ഇതൊക്കെയല്ലേ ഇതിന്റെ പിന്നെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യങ്ങൾ. ഈ പറയുന്ന അടുത്ത വർഷം കഴിയുമ്പോൾ PM ശ്രീ അല്ല, അതിനുശേഷം മറ്റൊരു പദ്ധതി കൊണ്ടുവരും കേന്ദ്ര സർക്കാർ എന്ന്, അതാണോ നിങ്ങളുടെ? തീർച്ചയായും അതിൽ ഇതിനേക്കാൾ വലിയ നിബന്ധനകളായിരിക്കും, അങ്ങനെയാണോ? അതെ. NEP ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ശ്രമങ്ങളും കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കും. നിലവിൽ ഈ പറയുന്ന 2 സ്കൂളുകൾ എന്ന രീതിയിൽ NCERT സിലബസ് ആയിരിക്കും. കേരളത്തിനകത്ത് 12,600-ലധികം വിദ്യാലയങ്ങളുണ്ട്. അതിൽ 260 വിദ്യാലയങ്ങളാണ് ഈ ഇനത്തിൽ തിരഞ്ഞെടുക്കുന്നു പറഞ്ഞ്. അതിൽ 47 ഈ കേന്ദ്ര സിലബസ് ഉള്ള വിദ്യാലയങ്ങളായി. ബാക്കി 210 വിദ്യാലയങ്ങളാണ് വരിക. നോക്കൂ, 12,600 വിദ്യാലയങ്ങളിൽ
200 എണ്ണം മാതൃകാ വിദ്യാലയങ്ങളാണെന്ന് പറഞ്ഞ് ഇവിടെ പ്രദർശിപ്പിക്കുമ്പോൾ മറ്റ് ഈ 2 തരം വിദ്യാഭ്യാസം കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ തന്നെ ഈ 2 തട്ട്, അത് നമ്മുടെ ഗവൺമെൻറ് വിദ്യാലയങ്ങളെ അതിൻ്റെ നിയന്ത്രണം പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഒരുപാട് ഹിഡൻ അജണ്ടകളുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇതിനെ പൊതുവിൽ എതിർക്കാൻ വേണ്ടി വന്നത്. ഇത് ഏതെങ്കിലും മുന്നണിക്കകത്ത് ഏതെങ്കിലും വ്യത്യസ്തതയുള്ളത് കൊണ്ടല്ല, പൊതുവിൽ ഇതിനകത്ത് ഭിന്ന അഭിപ്രായമുള്ളത് കൊണ്ട് തന്നെയാണ് മുന്നണി എന്ന നിലയിൽ ഇത് മരവിപ്പിച്ചത്. ആ കാര്യം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഈ ചോദിച്ചതുപോലെ ഇനി വരാൻ പോകുന്നത് സമഗ്ര ശിക്ഷയിലൂടെ ഇത് പുതിയ രൂപത്തിൽ കേരളത്തിലേക്ക് അവതരിപ്പിക്കപ്പെടും. സമഗ്ര ശിക്ഷയുടെ പുതിയ വേർഷൻ വരും വർഷം വരാൻ പോവുകയാണ്. ഇപ്പോൾ സമഗ്ര ശിക്ഷ കേരളയുടെ പദ്ധതി അവസാനിക്കാൻ പോവുകയാണ്. പുതിയ വേർഷൻ വരുന്നത് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നുള്ളതാണ്. സമഗ്ര ശിക്ഷാ അഭിയാൻ ഫോർ ഇംപ്ലിമെൻറ്റിംഗ് NEP എന്നുള്ളതാണ്. അതിലൂടെ ഇത് പുതിയ തരത്തിൽ അവതരിപ്പിക്കാൻ വരും. അവിടെയും നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഒരിക്കൽ ഈ കരാറിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കരാളഹസ്തത്തിൽ നിന്നും പിന്മാറാൻ കഴിയില്ല. ഇത്ര നിഷ്കളങ്കമായിട്ടല്ല കേരളത്തിൻ്റെ പാഠ്യപദ്ധതിയിലേക്ക് ഇത് കടന്നു വരിക. കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ ഘട്ടം ഘട്ടമായി ഏത് വിധേനയും മുറുക്കുവാൻ സംഘപരിവാർ സംഘം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് വഴിവെച്ചു കൊടുക്കുന്ന രീതി എങ്ങനെയാണ് UDF നേതൃത്വം വഴിപ്പെടുന്നത് എന്നുള്ളതാണ്. എന്താണ് ലീഗുകാർ? ലീഗിൻ്റെ മന്ത്രിയാണ് ഇവിടെയുള്ളത്, ലീഗിൻ്റെ നേതൃത്വമാണ്, മറ്റ് സംഘടനകളുണ്ട്, സമസ്തയുണ്ട്, അതുപോലെ ജമാഅത്തെ ഇസ്ലാമി വലിയ തോതിൽ ഇതിനെ എതിർത്തവരാണ്. അവരാരും തന്നെ ഇതിനകത്ത് അഭിപ്രായം പറയാൻ തയ്യാറാകുന്നില്ല. ഇത് കേരളീയ സമൂഹത്തോടുള്ള വഞ്ചനയാണ്. ഇത് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തെ ഒറ്റുകൊടുക്കുന്ന സമീപനമാണ് എന്നതാണ് വസ്തുത. ഇതിനെതിരെ പ്രതിഷേധം ഉയർന്നു വരും എന്നതിൽ യാതൊരു ശ്രീ റോണി കെ ബേബി MLA ശ്രീ ശ്രീത്ത് പറഞ്ഞതുപോലെ ഒരു കാര്യമെന്നത് ലീഗലി പോകാവുന്നതാണ്, കോടതിയെ സമീപിക്കാവുന്നതാണ് ഈ വിഷയത്തിൽ. പക്ഷേ അതിലേക്കൊന്നും സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഇതിപ്പോൾ മരവിപ്പിച്ച് നിർത്തിയ ഒരു പദ്ധതിയായിരുന്നു. ഇത് തുറന്നതിപ്പോൾ UDF സർക്കാരാണ്. ഇവിടെ എന്നോട് മഞ്ജുഷ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ട് കോടതിയിലേക്ക് പോകുന്നില്ല? ഇത് ചോദിക്കേണ്ടിയിരുന്നത് ഞങ്ങളോടല്ല, ഇടതുപക്ഷ സർക്കാരിനോടാണ്. ഇനിയും വെറും 9 മാസം മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ഈ 9 മാസ സമയത്തിനുള്ളിൽ ഇനി കോടതിയിൽ ഇപ്പോൾ എൻ്റെ തീരുമാനം ഉണ്ടായി വരുമ്പോഴത്തേക്കും ഇത്രയും വലിയൊരു ഫണ്ട് ഇവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇവിടെ ഒരു ഒറ്റ ഉദാഹരണം മാത്രം ചൂണ്ടിക്കാണിക്കാം. ഇവിടെ ഇടതുപക്ഷ സർക്കാർ നേരത്തെ മുൻ സർക്കാർ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ ദേശീയ വിദ്യാഭ്യാസം നടപ്പാക്കില്ല എന്ന അവർ നടപ്പാക്കി. അതിന്റെ ഭാഗമായി നമുക്കറിയാം നമ്മുടെ കോളേജിൽ FIUGP കോഴ്സ് ഇവിടെ കൊണ്ടുവന്നു. ഇന്ന് കേരളത്തിന് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കറിയാം. 1 ലക്ഷത്തിലേറെ സീറ്റുകൾ ഇന്ന് ഒഴിഞ്ഞു കിടക്കുകയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ. അതിൻ്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് എന്താ? ഇതുപോലെ അപരിഷ്കൃതം. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, കേന്ദ്ര ഫണ്ട് തരുന്നതിന് എന്തിനാണ് കണ്ടീഷൻസ് വയ്ക്കുന്നത്? അതിനാണ് ഞങ്ങൾ ഇവിടെ എതിർക്കുന്നത്. ഇവിടെ ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ അസന്നിഗ്ധമായി പറയാം, UDF സർക്കാർ ഈ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ വളരെ കൃത്യമായി ഞങ്ങൾ ഇതിൻ്റെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് ഞങ്ങൾ ഭരിക്കുന്ന മുന്നണിയാണ്, ഞങ്ങളാണ് ഇവിടെ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്നത്. ഒരു ഗവൺമെന്റിന് ഒരു സുപ്രഭാതത്തിൽ ഇത് വലിച്ചു കയറി കളയാൻ കഴിയില്ല. ഇത് ഞങ്ങൾ ഉപസമിതി വെച്ചു, ഞങ്ങൾ കേന്ദ്രവുമായി ചർച്ച ചെയ്യും. ഈ ഞങ്ങളുടെ നിബന്ധനകൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഇതുമായി മുന്നോട്ട് പോകാനില്ല എന്ന് തീരുമാനിക്കാനുള്ള ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റാണ് ശ്രീ VD സതീശൻ നേതൃത്വം നൽകുന്നത്. കാരണം ഒറ്റ കാര്യം, PM ശ്രീ പദ്ധതി നടപ്പാക്കണമെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കണമെന്ന് വാശി പിടിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് എന്താണ് വാശി പിടിക്കുന്നത്? ആ ദേശീയ വിദ്യാഭ്യാസ നയം തന്നെ തുടങ്ങുന്ന ഇങ്ങനെ ഒന്നാമത് ബാക്ക് ടു ദ വേദാസ്. ഈ വേദങ്ങളിലേക്ക് തിരിച്ചു പോകണം. ഈ വേദങ്ങളിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയുന്നത് ആരുടെ ആശയമാണ്? സംഘപരിവാറും RSSും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ. അതിന് ചൂട്ടുപിടിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിയില്ല. ഈ സംഘപരിവാറിന് ചൂട്ടുപിടിക്കാൻ വേണ്ടി അവരുടെ പ്രത്യയശാസ്ത്രം ഇവിടെ പറയുന്നു. ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം പ്രദർശിപ്പിക്കും എന്നുള്ളത്. പക്ഷേ ഇവിടെ കേന്ദ്രീയ വിദ്യാലയങ്ങളുടെ ബോർഡിലൊന്നും അങ്ങനെ കാണുന്നില്ല കേട്ടോ. PM ശ്രീ എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ പ്രധാനമന്ത്രിയുടെ ചിത്രമില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഈ പറയുന്ന പദ്ധതികളിൽ ഈ പ്രധാനമന്ത്രിയുടെ പേര് ചിത്രം വെച്ചില്ല നിൽക്കട്ടെ? എന്തിനാണ് പേരുകൾ വെക്കണമെന്ന് നിബന്ധന പിടിക്കുക? എന്താ ഈ കേന്ദ്ര ഗവൺമെന്റ് എന്താ അധികാരമുള്ളത്, എന്താ അവകാശമുള്ളത്? ഇതെന്താ കേന്ദ്ര ഗവൺമെന്റിന് മാത്രം പദ്ധതിയാണോ? ഇത് കൺകറന്റ് ലിസ്റ്റിലുള്ള എഡ്യൂക്കേഷൻ ഈസ് എ പാർട്ട് ഓഫ് കൺകറന്റ് ലിസ്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റിലുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടി അവകാശമുള്ള ഒരു വിഷയത്തിൽ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാൻ എന്ത് അവകാശമാണ് കേന്ദ്ര സർക്കാരിനുള്ളത്? അങ്ങനെയുള്ള നിബന്ധനകളെ
ഈ ഇടതുപക്ഷ സർക്കാർ അൺകണ്ടീഷണലായി ഇതിൽ ഒപ്പുവെച്ചു. ഞങ്ങൾ ഏതൊക്കെയാലും അങ്ങനെ അൺകണ്ടീഷണലായി ഒപ്പുവെക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള എതിർപ്പുകൾ, അതിനാണ് ഞങ്ങൾ നാല് അംഗങ്ങളടങ്ങുന്ന ഉപസമിതി രൂപീകരിച്ചത്. ഇടതുപക്ഷ സർക്കാരിന് ഉപസമിതി നോക്കുകുത്തിയാണെങ്കിൽ ഞങ്ങളുടെ ഉപസമിതി കേന്ദ്രമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങളുടെ ഡിമാൻഡുകൾ കൃത്യമായി മുന്നോട്ട് വെക്കും. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് ഈ ഫണ്ട് മതി, അത് തീരുമാനിക്കാനുള്ള ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ ഇന്ന് കേരളത്തിലുണ്ട്. ഇപ്പോൾ ഈ കാള വെറ്റ് ഉടനെ കയറെടുത്തു എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് തുടരാൻ വേണ്ടി തീരുമാനിച്ചു എന്നൊന്നും പറയേണ്ട. എന്താണ് മന്ത്രിസഭാ യോഗ തീരുമാനമെന്ന് കൃത്യമായി വായിച്ചു മനസ്സിലാക്കിയിട്ട് ഇതിനകത്ത് ഒരു നിഗമനത്തിൽ എത്തുന്നതായിരിക്കും നല്ലത്, ഒരു കൺക്ലൂഷനിൽ എത്തുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്കിവിടെ ചൂണ്ടിക്കാട്ടാനുള്ളത്. ശരി, ശ്രീ ഓക്കെ ജയകൃഷ്ണൻ. അതിനകത്ത് അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു പ്രധാന കാര്യം NEP നടപ്പാക്കുക എന്നുള്ളതാണ് PM ശ്രീയിലെ ഒന്നാമത്തെ വ്യവസ്ഥ. ഇവിടെ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. PM ശ്രീ നടപ്പാക്കുന്നോ ഉപേക്ഷിക്കുന്നോ, ഈ 2 ചോദ്യം മാത്രമേ ഉള്ളൂ. ഈ 2 ചോദ്യത്തിന് ഉപാധികൾ അംഗീകരിച്ചാൽ നടപ്പാക്കും. അതിൻ്റെ ഒന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത് NEP വിദ്യാലയങ്ങളായി മാറുക എന്നുള്ളതാണ്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുക, അത് ഷോക്കേസ് ചെയ്യുന്നതിനുള്ള ഒരു പദ്ധതിയാണിത് എന്ന് അടിവരയിട്ട് ഒന്നാമത്തെ നിബന്ധനയായി വെച്ചിട്ടുണ്ട്. അതിനപ്പുറം NEP അതിനകത്ത് വായിക്കാനില്ല. ഒന്നാമത്തെ നിബന്ധന മറികടന്നുകൊണ്ട് രണ്ടാമത്തത് ചർച്ച ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ കേന്ദ്രവുമായി അത്തരം ചർച്ചക്കൊന്നും പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ ഇത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ഉപേക്ഷിക്കുക, ഈ 2 ഓപ്ഷൻ മാത്രം ഉള്ളത് കൊണ്ടാണ് ഇടതുമുന്നണി ഇത് കൂടുതൽ ചർച്ച ചെയ്യാൻ പോകാതിരുന്നത്. ഇതിനകത്ത് കൂടുതൽ ചർച്ച ആവശ്യമില്ല, ഇത് ഉപേക്ഷിക്കേണ്ട പദ്ധതിയാണെന്ന് ആ ഉപസമിതിക്കും അതിന് നേതൃത്വം നൽകിയ പാർട്ടികൾക്കും എല്ലാം നല്ല ബോധ്യമുണ്ടായിരുന്നു. അത് മരവിപ്പിച്ചതും അതുകൊണ്ടാണ്. അത് കാണാതെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പിനകത്ത് ഇത് ക്യാഷ് ചെയ്ത് ഇത് വോട്ടാക്കി മാറ്റിയിട്ട് ഇപ്പോൾ അവർക്ക് നേരെ തിരിഞ്ഞ് കൊഞ്ഞനം കുത്തുന്ന രീതി UDF എടുക്കുന്നു. അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുക. അല്ലാതെ PM ശ്രീ പദ്ധതിയോ NEPയോ കേരളത്തിനകത്ത് നടപ്പാക്കാൻ അനുവദിക്കുകയില്ല. അതിന് ചില വ്യവസ്ഥകൾ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം അങ്ങനെ ആർക്കും തീരെഴുതി കൊടുക്കുവാൻ കേരളത്തിൻ്റെ സമൂഹം തയ്യാറാവില്ല. അത് പ്രത്യേകിച്ചും സംഘപരിവാറിനെ സഹായിക്കുവാൻ UDF സർക്കാർ തയ്യാറായാൽ പോലും അതിനെ ചെറുക്കുവാനുള്ള ശേഷി കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട്, കേരളത്തിന്റെ പൊതുസമൂഹത്തിനുണ്ട്. ശ്രീ പണിക്കർ, ഇത് കഴിഞ്ഞ തവണ AISF ഒരു മുദ്രാവാക്യം വിളിച്ചിരുന്നു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിന് സംഘിക്കുട്ടി എന്നുള്ളതാണ് V ശിവൻകുട്ടിക്ക് കിട്ടിയ അലങ്കാരം. പിന്നീട് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ പറ്റിക്കാൻ വേണ്ടിയാണ് ഒപ്പിട്ടത് എന്ന്. അല്ല, നോക്കൂ, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കുറേയധികം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ശരിയാണ്, ഇവർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയം 2 കൂട്ടർക്കും പറഞ്ഞേ പറ്റുകയുള്ളൂ. പക്ഷേ ഇവിടുത്തെ ഫണ്ടമെൻ്റൽ ചോദ്യം ഇപ്പോൾ സംസാരിച്ച LDFൻ്റെ സുഹൃത്ത് പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചോദ്യം. അതായത് സംസ്ഥാന സർക്കാരിന് നിലവിൽ ഈ PM ശ്രീ പദ്ധതിയെ റിവൈവ് ചെയ്തെടുക്കേണ്ടുന്ന എന്തെങ്കിലും ബാധ്യതയുണ്ടോ? ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ മറുപടി. കാരണം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായിട്ടൊരു കത്തയച്ച് ദിസ് ഷാൽ ബി കെപ്റ്റ് ഇൻ അബേയൻസ് അൺടിൽ എ ഡിസിഷൻ ഹാസ് ബീൻ മെയ്ഡ് എന്ന് നമ്മൾ കാറ്റഗറിക്കലി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി പെട്ടെന്ന് പൊടി തട്ടിയെടുക്കേണ്ടുന്ന ഒരാവശ്യവുമില്ല. PM ശ്രീ പദ്ധതി നടപ്പാക്കേണ്ടതില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ ബോധ്യമെങ്കിൽ, UDFൻ്റെ ബോധ്യം, ലീഗിൻ്റെ ബോധ്യമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ റിവൈവ് ചെയ്ത് കൊണ്ടുവരേണ്ടുന്ന ഒരു കാര്യവുമില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ ചർച്ചകൾ റിവൈവ് ചെയ്ത് എന്തിനാണെന്നറിയോ? ഒരു സംശയവും വേണ്ട, ഈ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അതിൽ യാതൊരു വിധത്തിലുള്ള മടിയുണ്ടാകേണ്ട കാര്യമില്ല. അതല്ല എങ്കിൽ ഇവർക്ക് ആർക്കും അറിയത്തില്ലേ, ഈ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പറയുന്ന അഭിപ്രായം പറയുന്ന ആൾക്കാരാണല്ലോ ഇപ്പോഴത്തെ സർക്കാരിനെ നയിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പദ്ധതിയുടെ ഗുണം എന്താണ്, ദോഷം എന്താണ്, ഈ പദ്ധതിനെ റിവൈവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പോസിബിലിറ്റീസ് എന്താണ്, നമ്മളിതിനെ എതിർക്കാനായിട്ട് കോടതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നടപടി എങ്ങനെ പോകും, ഈ കാര്യങ്ങളെപ്പറ്റി വളരെ കൃത്യമായിട്ട് സർക്കാരിന് അറിയില്ല എന്നാണോ പറയുന്നത്? കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടല്ലേ നേരത്തെ ഇതിനെ എതിർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനർത്ഥം ഇപ്പോൾ ഈ പദ്ധതിയെ നടപ്പാക്കാനായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഇനി അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുറേ ഡിമാൻഡുകൾ വെച്ചു. ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സ്കോപ്പിൽ വരുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ സ്കോപ്പിലേക്ക് കിട്ടണം എന്ന് നമ്മൾ അങ്ങോട്ട് പറയുന്നു. എന്നിട്ട് നാളെ അത് അങ്ങനെ തന്നെ ആയതുകൊണ്ട് അതിന് കേന്ദ്ര സർക്കാർ വഴങ്ങിയിരിക്കുന്നു, നമ്മൾ തന്നെ തീരുമാനിക്കും, അതുകൊണ്ട് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നടപ്പാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ യാതൊരു വിധത്തിലുള്ള ബാധ്യതയും നടപ്പാക്കാനില്ലാതെ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നു. 2, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ശ്രീ റോണി കെ ബേബി വീണ്ടും ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബാക്ക് ടു വേദാസ് എന്നാണ് ഇതിൻ്റെ 1ാമത്തെ ചാപ്റ്റർ പറയുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ബാക്ക് ടു വേദാസ് എന്നുള്ള 1ാമത്തെ ചാപ്റ്റർ പറഞ്ഞു. ബാക്ക് ടു വേദാസ് താങ്കൾ കേട്ടിട്ടുള്ള ഒരു പക്ഷേ എവിടെയെന്നറിയോ? ആര്യ സമാജിന്റെ ഒരു മോട്ടോയാണത്, ബാക്ക് ടു വേദാസ് എന്ന് പറഞ്ഞിട്ട്. പഴയ സ്വാമി ദയാനന്ദ സരസ്വതി ആ സമയത്തുള്ളതാണ്. എന്താണ് ഈ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന സിസ്റ്റത്തിലുള്ളത്? ഇന്ത്യൻ നോളജ് സിസ്റ്റമാണ്, IKS. ഇപ്പോൾ തന്നെ അത് ഇന്ത്യയിൽ നടപ്പാക്കുന്നുണ്ട്. എത്രയോ സംസ്ഥാനങ്ങളിൽ, എത്രയോ യൂണിവേഴ്സിറ്റികൾ കേരളത്തിലുണ്ടല്ലോ. ഇവിടെ ഇപ്പം വാഗമണിലൊക്കെയുള്ള അഭിനവഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി, അവരൊക്കെ എന്താണ്, IKS ആണ്.
ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട്. ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ ട്രോളിനൊക്കെ വേണ്ടിയിട്ട് പറയുന്ന ഗണപതിയുടെ തല നമ്മൾ വെച്ചിട്ട് അതായിരുന്നു ആദ്യത്തെ സർജറി എന്ന് പഠിപ്പിക്കുന്നതല്ല. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഫണ്ടെല്ലാം തന്നെ എന്തിനാണ് ഇവർ പിടിച്ചു വെക്കുന്നത് ചോദിക്കുന്നത്. വളരെ കൃത്യമാണ്. ട്രാൻസ്പെറന്റ് ഗൈഡ് ലൈൻസ്, അക്കൗണ്ടബിലിറ്റിയാണ്. അതായത് നിങ്ങൾക്ക് ഓൾറെഡി ഡിസ്ബേഴ്സ് ചെയ്തിരിക്കുന്ന ഫണ്ടിന്റെ 75% പൂർത്തീകരിച്ചതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് വേണം. അത് നിങ്ങൾക്ക് PFMS വഴി ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റണം. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് SNA റിപ്പോർട്ട് കൊടുക്കണം. ഇതിന് പിന്നെ ഫിസിക്കലായിട്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുക്കണം. എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ഇതെല്ലാം ആരാ കൊടുക്കേണ്ടത്? സംസ്ഥാനം. പിന്നെ 40% സംസ്ഥാനത്തിന്റെ ഷെയർ ഉണ്ട്. സംസ്ഥാനത്തിന്റെ 40% അത് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഫുൾ യൂട്ടിലൈസേഷൻ കൊടുക്കണം. ഈ പണമെല്ലാം തന്നെ ഓഡിറ്റ് നടത്തിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇതിന് ആനുവൽ വർക്ക് പ്ലാൻ ഉണ്ട്. എന്നിട്ട് അതിന്റെ ബജറ്റും ഉണ്ട്. AWP&B എന്നാണ് പറയുന്നത്. ഇതിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടെല്ലാം ഡോക്യുമെന്റേഷൻ കൃത്യമാണ് എങ്കിൽ സർക്കാർ പണം കൊടുക്കും. പണം കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ PM ശ്രീ ഒപ്പിട്ടിരിക്കുന്ന സമഗ്ര ശിക്ഷാ അഭിയാൻ നടപ്പാക്കിയിരിക്കുന്ന NEP നടപ്പാക്കിയിരിക്കുന്ന BJP ഇതര സർക്കാരുകൾ ഇന്ത്യയിൽ ഇല്ലേ? അവർക്ക് പണം പിടിച്ചു വെച്ചിരിക്കുകയാണോ? അവർക്ക് കൃത്യമായ ഡിസ്ബേഴ്സ്മെന്റ് പോകുന്നുണ്ടല്ലോ. അവർക്ക് ആർക്കും പരിക്കിൽ യാതൊരു വിധത്തിലുള്ള പരാതികളില്ലല്ലോ. അവർക്ക് ഇതിന്റെ പേരിൽ കാവ്യവൽക്കരണത്തിന്റെ പേരിൽ പരിക്കുണ്ടാകുന്നില്ലല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് വേണം. ഇതിൽ യാതൊരു വിധത്തിലുള്ള അപകടവും ഇല്ല എന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എന്നാലും ഇത് കൊണ്ടുവരുന്നത് കേന്ദ്ര സർക്കാർ ആയതുകൊണ്ട് ആ പദ്ധതി നടപ്പാക്കാനായിട്ട് വയ്യ. അതിനു വേണ്ടിയിട്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ഭാവിയുടെ അവർ പഠിക്കേണ്ടുന്ന സ്ഥാപനങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ കേപ്പബിലിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന പദ്ധതിയുടെ മുകളിൽ നിന്നുകൊണ്ട് പഴയ ശിവതാണ്ഡവം പോലെ അത് കാണിക്കുകയാണ്. ഏതാ മറ്റേ അസംബ്ലിയിൽ നടന്ന ശിവതാണ്ഡവം പോലെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ശ്രീ സർ പറഞ്ഞതാ. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ എത്രമാത്രം മെച്ചപ്പെട്ടതാണെന്ന് പുറത്തിറങ്ങിയാൽ എനിക്കും മഞ്ജുഷിനും എല്ലാം അറിയാവുന്നതാണ്. അങ്ങനെ മെച്ചപ്പെടുത്തിയ വിദ്യാലയങ്ങളുടെ മേൽ ഈ PM ശ്രീ ഇനത്തിൽ അനുവദിക്കുന്ന തുക ഒരു വിദ്യാലയത്തിന് 60%, 1,10,00,000 രൂപ 5 ഒരു സെക്കൻഡ് ശ്രീ ജയകൃഷ്ണൻ, ഒറ്റ സെക്കൻഡ്. ഇത് എല്ലാ വിദ്യാലയങ്ങൾക്കും അല്ലല്ലോ. ഒരു ബ്ലോക്കിലെ 2 സ്കൂളല്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കാം. നമ്മുടെ നാട്ടിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണിരിക്കുന്ന സംഭവങ്ങളുണ്ട്. ക്ലാസ് മുറിയിൽ നിന്ന് പാമ്പ് വന്ന് കുട്ടിയെ കടിച്ചു കൊന്നിട്ടുള്ള സംഭവങ്ങളുണ്ട്. ആ സ്കൂളുകളെ തെരഞ്ഞെടുത്താൽ പോരെ? അവിടുത്തെ ഇൻഫ്രാ ഒരു ബ്ലോക്കിലെ ഗവൺമെന്റിന്റെ 2 സ്കൂൾ എടുത്താൽ പോരെ? നോക്കൂ, ഗവൺമെന്റ് അങ്ങനെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്ന ഗവൺമെന്റ് വിദ്യാലയങ്ങളെയാണ് തെരഞ്ഞെടുക്കുന്നത്. ആയിക്കോട്ടെ, എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത്? 12,600 വിദ്യാലയങ്ങൾ, അതിൽ കൂടുതൽ വിദ്യാലയങ്ങൾ കേരളത്തിനകത്തുണ്ട്. നമ്മുടെ നാട്ടില് കുട്ടികൾ സൈക്കിൾ വെക്കുന്ന ഷെഡിന്റെ പുറത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുട്ടികൾ സൈക്കിൾ വെക്കുന്ന ഷെഡിന്റെ പുറത്ത് കയറി ഒരു 5 അടി പൊക്കമുള്ള കുട്ടി നിന്ന് കഴിഞ്ഞാൽ 11 kV ലൈൻ തട്ടി മരിക്കുന്ന സാഹചര്യമുള്ള സ്കൂളുകളുണ്ട് സാർ ഇവിടെ ഇല്ലേ? അങ്ങനെയുള്ള വിദ്യാലയങ്ങളുള്ള ഒരു നാടാണിത്. അപ്പോൾ ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ ശോച്യാവസ്ഥയിലുള്ളതിനെ കണ്ടെത്താൻ കഴിയും. അപ്പൊ അതിന് കേരളത്തിന്റെ പൊതുവെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള സ്കൂളുകളുടെ ഡെവലപ്മെന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ സ്കൂളിലും PM ശ്രീ ഇനത്തിൽ സ്കൂളുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുന്നതിന് എത്രയാണ് മാറ്റിവെച്ചിരിക്കുന്നത് കണ്ടോ? നേരത്തെ ഇദ്ദേഹം തന്നെ പറഞ്ഞു ഇതിന്റെ എക്സ്പെൻഡിച്ചർ അറിയിച്ചാൽ മാത്രമാണ് തുക ലഭിക്കുക എന്നുള്ളത്. വളരെ തുച്ഛമായ തുക മാത്രമാണ് മെയിൻ്റനൻസിന് വേണ്ടി അനുവദിച്ചിരിക്കുന്നത്. മാത്രമല്ല, കേരളം അതിന്റെ തനത് ഫണ്ട്, കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചല്ലല്ലോ കേരളത്തിൽ ഈ വിദ്യാലയങ്ങളൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തിയതും. ഏതെങ്കിലും ഒരു വിദ്യാലയം ചൂണ്ടിക്കാണിക്കുമ്പോൾ ദേശീയ തലത്തിൽ നോക്കൂ, PM ശ്രീ നടപ്പാക്കുന്ന സർക്കാരാണ് 15,000 വിദ്യാലയങ്ങൾ 5 വർഷത്തിനകം അടച്ചുപൂട്ടിയത്. അതിനാരും ഉത്തരം പറയൂ? 15,000 വിദ്യാലയങ്ങൾ കേന്ദ്ര തലത്തിൽ, ദേശീയ തലത്തിൽ അടച്ചുപൂട്ടുമ്പോഴാണ് ഇവിടെ 200 വിദ്യാലയങ്ങൾക്ക് ഞങ്ങൾ തുച്ഛമായ തുക മെച്ചപ്പെടുത്താൻ. അത് സംസ്ഥാന ഗവൺമെന്റ് ചെയ്തോളുന്നേ. അതിന് അർഹമായ തുക, അത് വിദ്യാഭ്യാസത്തിന് കുട്ടിയുടെ തുക, എൻ്റെയും നിങ്ങളുടെയും എല്ലാം നികുതി ഇനത്തിൽ പിടിച്ചു വെക്കുകയും സംസ്ഥാനത്തിന് അനുവദിക്കേണ്ടതുമായ തുക അനുവദിച്ചാൽ മതി. ആ തുക ഫെഡറൽ സംവിധാനം അനുസരിച്ച് സംസ്ഥാനം നിർവഹിച്ചുകൊള്ളും. അതിൻ്റെ മേലെ ഒരു നിയന്ത്രണം കേന്ദ്ര തലത്തിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. അതിൻ്റെ പുറത്ത് ചില ഏജൻസികളെ, PM ശ്രീ സ്കൂളുകളുടെ നിയന്ത്രണവും അവിടെ അക്കാദമിക ഇൻപുട്ട് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ചില ഏജൻസികളെയും ചുമതലപ്പെടുത്തും എന്നുള്ള വ്യവസ്ഥയും അതിനകത്തുണ്ട്. ആ ഏജൻസികൾ ആരാണ് എന്നുള്ളത്, NGOs എന്ന് പറഞ്ഞിരിക്കുന്ന ഏജൻസികൾ ആരാണ് എന്നുള്ളതും അതിൻ്റെ ഉള്ളറകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അത് ഇന്ത്യയിൽ എല്ലായിടത്തും മറ്റിടങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ്
പ്രത്യയശാസ്ത്രപരമായി മാത്രമല്ല അതിൻ്റെ നടത്തിപ്പിലും എല്ലാ ഇനത്തിലും ഹിന്ദുത്വവൽക്കരിക്കുവാൻ കേരളത്തിൻ്റെ വിദ്യാലയങ്ങളെ പിടികൂടുവാനുള്ള ഗൂഢലക്ഷ്യമാണ് ഈ പദ്ധതിക്ക് പിന്നിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ പദ്ധതിയെ എതിർക്കുന്നത്. സയ്യിദ്, നോക്കൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പുലി വരുന്നേ പുലി എന്ന് പറയുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ ആർക്കൊക്കെ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ ഇവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ കാവ്യവൽക്കരണത്തിൻ്റെ ടീമുകളെ കൊണ്ടുവരാനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എങ്ങനെയാണ് അക്കാഡമിക് ആയിട്ടുള്ള മൂല്യമുള്ള ഒരു ചർച്ചയിലൊക്കെ വിലപ്പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് കേവലം ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്കോർ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെയല്ല എന്ന് അദ്ദേഹത്തിന് പറയാം. നോക്കൂ, കാവ്യവൽക്കരണത്തിന്റെ ഒരു ടീമിനെ കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ജ്യോതികുമാർ ചാമക്കാല ഇതിനകത്തിലൊക്കെ വന്നിരുന്ന എന്തിന്റെ പേരിലാണ്? ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് 10 ഡോക്ടറേറ്റ് ഉള്ളതിന്റെ പേരിലാണോ? അല്ലല്ലോ. നിങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ് അതിൽ നടക്കുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇന്നാണോ അറിയുന്നത്? നിങ്ങൾ എന്താണോ അറിയുന്നത്? അതൊക്കെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. ആൾക്കാർ വരുന്ന സമയത്ത് അങ്ങനെ തന്നെ നടക്കും. അതിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്തോ അവിടെ ജനാധിപത്യ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നോമിനേറ്റ് ചെയ്യാനുള്ള സംവിധാനത്തിന് ജനാധിപത്യ പ്രക്രിയ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനത്തിൽ ജനാധിപത്യ പ്രക്രിയ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ രാഷ്ട്രപതി 10 പേരെ MP-മാരെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു. അവരെ തെരഞ്ഞെടുക്കുന്ന അല്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് അങ്ങനെയാണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. അത് രാഷ്ട്രീയമാണ്. അങ്ങനെയാണ് രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് അധികാരമുള്ള സമയത്ത് അനുഭവിക്കുക, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യം. ശരി, ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: PM ശ്രീ പദ്ധതിയിൽ തുടരാനുള്ള സർക്കാർ തീരുമാനം ശരിയോ? അതെ എന്ന് 80% പ്രേക്ഷകർ, അല്ല എന്ന് 16%. അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.